പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. എൻ്റെ ഒരു ചെറിയൊരു അബദ്ധം കൊണ്ടാണ് ഇന്നായി മാറിയത് പ്രഭാഷണം. ചെറിയൊരു ആശയക്കുഴപ്പം പറ്റിപ്പോയതാണ്. ഏതായാലും ഈ വിഷയം തന്നെ ഇവിടെ പറയാനായി അവസരം ഒരുക്കുകയും ചെയ്തു. അതിന് സംഘാടകരോടും ആദ്യം കൃതജ്ഞത അറിയിക്കുന്നു. നമ്മുടെ വിഷയം നരസിംഹാവതാരമാണ്. സപ്തമസ്കന്ധത്തിലാണ് നരസിംഹാവതാരം പ്രകരണം വരുന്നത്. സപ്തമസ്കന്ധത്തിൻ്റെ വിഷയം കർമ്മവാസന എന്നതാണ്. കർമ്മവാസന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലൊക്കെ ഓരോ സംസ്കാരം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വാസനയായി മാറും. ഏത് കർമ്മം ചെയ്താലും അതൊരു സംസ്കാരമായും വാസനയായിട്ടും മാറും. ആ വാസനയ്ക്കനുസരിച്ചാണ് വീണ്ടും നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പം നമ്മുടെ കർമ്മവാസന മുഴുവൻ പോകണം. അതിനെന്താ മാർഗം? ഭഗവത് ഭക്തി കൊണ്ട് മാത്രമേ കർമ്മവാസനകൾ മുഴുവൻ നീങ്ങുള്ളൂ. അല്ലെങ്കിൽ ഏത് കർമ്മം ചെയ്താലും അതൊരു വാസനയായി വന്ന് ആ വാസനയോട് ചേർന്നും കൊണ്ടാണ് ഈശ്വരൻ്റെ പ്രതിബിംബമായ ജീവാത്മാവ് നിൽക്കുന്നത്. വാസന ഉള്ളത് കൊണ്ടാണ് ജീവാത്മാ എന്നുള്ള പേര് തന്നെ വന്നത്. വാസനാവശകനായും കൊണ്ടാണ് ജീവൻ. വാസനാവശകോ ജീവ എന്നാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആ ജീവാത്മാവ് വാസനയ്ക്കനുസരിച്ച് കർമ്മങ്ങളിങ്ങനെ ചെയ്യാൻ, ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനായി വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരുന്നു. ശരീരം വാസനയ്ക്കനുസരിച്ച് കർമ്മം ചെയ്യുന്നു. ആ വാസന ഒരു സംസ്കാരമായി അന്ധക്കരണത്തിൽ പതിക്കുന്നു. അന്ധക്കരണത്തോടൊത്ത ആ ജീവാത്മാവ് തൻ്റെ വാസനയ്ക്ക് പറ്റുന്ന ഒരു പുതിയൊരു ശരീരം കിട്ടാനായി വീണ്ടും ജനിക്കേണ്ടതായി വരുന്നു. അങ്ങനെ ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ കറങ്ങേണ്ടതായി വരുന്നു. ഇതുപോലെ നദ്യാം കീടാഹ ഇവ ആവർത്താഹ എന്ന് പറയും. ഒരു നദിയിൽ ചൂഴിയിലൊരു കീടം കുടുങ്ങിക്കഴിഞ്ഞാൽ ആ കീടം ആ ചൂഴിയിൽ കടന്നിങ്ങനെ കറങ്ങുക ചെയ്യുക. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയില്ല. അതിനുള്ളിൽ പെട്ട് ഇങ്ങനെ കുടുങ്ങും. അതുപോലെ ലഭന്തേ, വീണ്ടും ജന്മങ്ങൾ കിട്ടുന്നു. വീണ്ടും എന്താ ചെയ്യുന്നത്? കർമ്മങ്ങൾ ചെയ്യുകയാണ്. ആ കർമ്മത്തിൻ്റെ കർമ്മ സംസ്കാരം അത് നമ്മുടെ അന്ധക്കരണത്തിൽ പതിയുന്നു. ആ അന്ധക്കരണം വാസനയായി മാറുന്നു. ആ വാസനയ്ക്കനുസരിച്ച് വീണ്ടും നമ്മൾ കർമ്മം ചെയ്യുന്നു. ആയതിൻ്റെ ഫലം അനുഭവിക്കാനായി ജീവാത്മാവ് വീണ്ടും ദേഹത്തെ എടുക്കുന്നു. ഏത് കർമ്മം ചെയ്താലും ഒരു ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പം നല്ല കർമ്മം ചെയ്താലും അതൊരു പ്രാരബ്ധം തന്നെയാണ്. നല്ല ഫലം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രാരബ്ധം തന്നെയാണ്. നല്ല സമ്പത്ത് ഉണ്ടാവുക, നല്ല ബുദ്ധി ഉണ്ടാവുക, നല്ല ശക്തി ഉണ്ടാവുക, അതൊക്കെ നല്ല കാര്യമാണെങ്കിലും ആത്യന്തികമായി പറഞ്ഞാൽ ഗർഭപാത്രത്തിലൂടെ ജനിച്ച് ജീവിച്ച് അങ്ങനെ മരിച്ച് അങ്ങനെ പോണ്ടേ? ഗർഭവാസം വേണം. അതൊരു ക്ലേശമാണ്. ഭാഗവത്തിൽ പറയുന്നില്ല, ദേഹ്യന്യദേഹ വിവരേ, അതൊരു പ്രയാസമാണ്. ജനിക്കുക, ജരാനരകൾ വരിക, അതൊരു പ്രയാസമാണ്. ജന്മ ജരാ മരണ രോഗാദയ എന്നൊക്കെ പറയും. ജന്മം, ജരാ, മരണം, രോഗം, ഇതൊക്കെ ഏത് ബുദ്ധിമാന്മാർക്കും സംഭവിക്കുന്നുണ്ടല്ലോ. എത്ര വലിയ ആളായിട്ടും കാര്യമൊന്നുമില്ല. അതൊക്കെ ദുഃഖം തന്നെയാണ്. പ്രാരബ്ധത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായി വരുന്നു. അപ്പം ജന്മം വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദുഃഖം തന്നെയാണ് ആത്യന്തികമായി പറഞ്ഞാൽ. അപ്പം ഇതിന് കാരണം എന്താണ്? നമ്മുടെ കർമ്മമാണ് ഇതിന് കാരണം.
അതാണ് വാസനയായിട്ട് മാറുന്നത്. അപ്പം എന്താ വഴി? ഇനിയൊരു ജന്മം ഇല്ലാതിരിക്കണമെങ്കിൽ എന്താ മാർഗം? കർമ്മം ചെയ്യാതെ നമുക്ക് ജീവിക്കാനും കഴിയില്ല. നഹി കശ്ചിൽ ക്ഷണമപി ജാതു തിഷ്ഠത്യ അകർമ്മകൃൽ. കർമ്മം ചെയ്യാതെ അല്പസമയം പോലും നമുക്ക് ഇരിക്കാനും കഴിയില്ല. അപ്പം എന്താ മാർഗം? അവനവൻ്റെ സംസ്കാരത്തെ വാസനയിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ, വാസന തീരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ എന്താ മാർഗം? ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവത് സമർപ്പണമായി ചെയ്യുക, അല്ലെങ്കിൽ ഫലാകാംക്ഷ കൂടാതെ ചെയ്യുക. അപ്പം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവത് സമർപ്പണമായി ചെയ്യുന്നതിനാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ഭക്തിയോഗം നമുക്ക് നാരദ ഭക്തി സൂത്രത്തിൽ തന്നെ കാണാൻ കഴിയും. തദർപ്പിത അഖിലാചാരത തദ് വിസ്മരണേ പരമവ്യാകുലത. എന്താണ് ഭക്തി എന്ന് അവിടെ പറയുന്നുണ്ട്. തദർപ്പിത അഖിലാചാരത, എല്ലാ കർമ്മങ്ങളും ഭഗവത് സമർപ്പണമായി ചെയ്യുക. അപ്പോൾ കർമ്മത്തിന് കാരണമായ, ബന്ധനത്തിന് കാരണമായ കർമ്മം തന്നെ എന്തിന് കാരണമാവുന്നു? മോക്ഷത്തിന് കാരണമാവുന്നു. ഒരേ കർമ്മം തന്നെ ഭാഗവതത്തിൽ തന്നെ കാണാം. ആമയോ യശ്ച ഭൂതാനാം ജായതേ യേന സുവ്രത തദേവ ഹ്യാമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം. അപ്പം വല്ലാതെ നെയ്യ് കൂട്ടിക്കഴിച്ചാൽ അജീർണം വരും. അതേ നെയ്യ് തന്നെ ഔഷധത്തോട് കൂടിയിട്ടായാലോ അതേ നെയ്യ് തന്നെ ആരോഗ്യം ഉണ്ടാക്കുകയും ചെയ്യും. ഒരേ നെയ്യ് തന്നെയാണ്, ഒന്ന് കൂടുതൽ കഴിച്ചാൽ രോഗമാവും. ആ ഔഷധ ഗുണത്തോടു കൂടിയ നെയ്യായാലോ അത് രോഗത്തെ മാറ്റുകയും ചെയ്യും. അതുപോലെ കർമ്മം, വാസന, ജന്മം, മരണം, വീണ്ടും ജന്മം, അങ്ങനെ പോകുന്നതിന് കാരണമായ കർമ്മം അല്ലെങ്കിൽ വാസന, അത് ശുദ്ധമാക്കാൻ കർമ്മം തന്നെ എന്ത് ചെയ്യുക? ഭഗവത് സമർപ്പണമാക്കുക. അത്രയേ വേണ്ടൂ. അങ്ങനെ ഭഗവത് സമർപ്പണമാക്കി കഴിഞ്ഞാൽ ഏത് കുലത്തിൽ ജനിച്ചവനായാലും യാതൊരു കുഴപ്പമില്ല. ഹിരണ്യകശിപു ഞാൻ ചെയ്യുന്നു അഹങ്കാരത്തോടു കൂടി കർമ്മം ചെയ്തു. അപ്പോൾ ആസുരിക ഭാവം തന്നെ അദ്ദേഹത്തിനുണ്ടായി. അതൊരു ദോഷമായി അദ്ദേഹത്തിൻ്റെ ആ നാശത്തിലേക്കെത്തി. അഹങ്കാരത്തിൻ്റെ ഫലമായി നാശത്തിലേക്കെത്തി. എന്നാൽ ഈ ഹിരണ്യകശിപുവിൻ്റെ മകനാവട്ടെ പ്രഹ്ലാദം കേശവപ്രിയം, ഭഗവാന് പ്രിയപ്പെട്ടവനായിരുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവത് സമർപ്പണമായി ചെയ്തു. അസുരകുലത്തിൽ ജനിച്ചാൽ എന്താ കുഴപ്പം? അദ്ദേഹമാണ് ഏറ്റവും വലിയ ഭക്തൻ. അപ്പം നമ്മുടെ ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടാണ്. അസുരനാണോ ദേവനാണോ അതൊന്നൊരു വിഷയമേ അല്ല. ഇപ്പോൾ ഭാഗവത ധർമ്മത്തിൻ്റെ പ്രചാരകന്മാർ 12 പേരാണെന്നാണ് പറയുക. അതിൽ 12 പേരിൽ 3 പേര് ആരാണ്? അസുരന്മാരാണ്. അല്ല, 2 പേര്, പ്രഹ്ലാദനും മഹാബലിയും, 2 പേരും ആരാണ്? അസുരന്മാരാണ്. അസുരന്മാരായ എന്താ കുഴപ്പം? അവർക്കും ഭക്തിയുണ്ട്. ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ അസുരൻ, ദേവൻ അതൊന്നൊരു വിഷയമേ അല്ല. നമ്മുടെ കർമ്മവാസനകൾ മുഴുവൻ നീങ്ങി അവസാനം പ്രാരബ്ധ കർമ്മവും സഞ്ചിത കർമ്മവും ഒക്കെ നീങ്ങി ആ അക്കൗണ്ടൊക്കെ ക്ലോസായി അവസാനം ഭഗവത് സ്വരൂപത്തിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് അദ്ദേഹത്തിനൊക്കെ കഴിഞ്ഞത്. നമ്മുടെ വൃത്രാസുരൻ നോക്കൂ, ഭാഗവതത്തിൽ ഏറ്റവും നല്ല സ്തുതി ചെയ്തത് ആരാണ്? വൃത്രാസുരനാണ്. പ്രഹ്ലാദൻ, വൃത്രാസുരൻ, മഹാബലി, ഇവരെല്ലാവരെയും ഈ കർമ്മവാസനയെ, ഇവർക്കൊക്കെ കർമ്മവാസന നീക്കി ഭഗവാങ്കലേക്ക് ചേരാൻ സാധിച്ചു. അപ്പോൾ നല്ല കർമ്മം ചെയ്താൽ, അതെന്നെ ഈശ്വര സമർപ്പണമായി ചെയ്താൽ മനസ്സ് ശുദ്ധമാവുന്നു, ഭഗവാങ്കലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. അതാണ് ഈ ഒരു പ്രഹ്ലാദ ചരിത്രത്തിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നത്. അവസാനത്തെ 5 അധ്യായത്തിലോ നമ്മുടെ കർമ്മവാസന പരിശുദ്ധമാവുന്നതിന് വേണ്ടി, കർമ്മവാസനകളൊക്കെ നീങ്ങി മനസ്സ് പരിശുദ്ധമാവുന്നതിന് വേണ്ടി സദാചാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുകയും ചെയ്തു 5 അധ്യായത്തിലായി. ഇതാണ് സപ്തമസ്കന്ധത്തിൻ്റെ വിഷയം. അതിൽ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ സ്കന്ധത്തിൽ കുറേ ദേവന്മാരെ ഭഗവാൻ സഹായിച്ചു. അപ്പം പരീക്ഷിത് രാജാവിനൊരു സംശയം ഉണ്ടാവുകയാണ്. ഭഗവാന് ദേവന്മാരോട് എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യമുണ്ടോ, ഒരു മമത ഉണ്ടോ ഭഗവാന്? ഒരു സംശയം വരികയാണ്. അത് രാജാവ് ചോദിക്കുകയും ചെയ്തു. സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാൻ അവധീത് വിഷമോ യഥാ. സാധാരണ ഭഗവാനെക്കുറിച്ച് പറയാറുള്ളത് ഭഗവാൻ സമനാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് എന്നൊക്കെയാണ് പറയുക. അതല്ലേ, അങ്ങനെയല്ലേ ഈശ്വരനെ കുറിച്ച് പറയുന്നത്? ആരോടും പ്രത്യേകമായിട്ടൊരു ഇഷ്ടമില്ല. ആരോടെ അനിഷ്ടമുണ്ടോ ഭഗവാന്? അതുമില്ല. ഞാൻ അപ്പോൾ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു, തൊഴാണ്ട് എങ്ങോട്ട് പോയി വിചാരിക്കുക. ഗുരുവായൂരപ്പൻ എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നോട്?
അയ്യോ ആ വായിക്കുന്ന ആൾ വന്നിട്ട് ഇവിടെ തൊഴുതാണ്ട് പോയല്ലോ കേട്ടോ, അങ്ങനത്തെ ഒരു വിചാരമൊന്നും ഭഗവാനില്ല. തൊഴുതാലോ വളരെ നന്നായി ഹേ വന്നത്, അങ്ങനെയില്ല. അവനവന് നല്ല മനസ്സുണ്ടെങ്കിൽ തൊഴുക, അത്രയേ ഉള്ളൂ. ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. അതല്ലേ ഭഗവത്ഗീതയിൽ പറഞ്ഞത്, സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. ഭഗവാൻ എല്ലാവരിലും ഒരുപോലെയാണ്. സമോഹം സർവഭൂതേഷു, സർവഭൂതങ്ങളിലും ഒരുപോലെയാണ്. നമേ ദ്വേഷ്യോസ്തി ന പ്രിയ, തനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല, ഒരു പ്രിയവും ഇല്ല. നിരാകാരമായ നിർഗുണമായ തത്വമാണ്. ഗീതയിൽ എത്രയോ ദിക്കിൽ കാണാം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം, ഞാൻ എല്ലായിടത്തും ഒരുപോലെ വർത്തിക്കുന്നു, പരമേശ്വരനായി തന്നെ ഇരിക്കുന്നു. ചിലരിൽ കൂടുതൽ, ചിലരിൽ കുറവ്, അങ്ങനെയൊന്നുമില്ല ഭഗവാന്. എന്നാലും ഭഗവാന്റെ ഈ ഒരു ചെയ്തികൾ കാണുന്ന സമയത്ത് ഇന്ദ്രന് വേണ്ടി എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കാണുമ്പം ദേവന്മാരോടൊരു ഇഷ്ടം കൂടുതലുണ്ടോ ഭഗവാന്? എനിക്കൊരു സംശയം ഉണ്ടാവുന്നു എന്ന് പരീക്ഷിത്ത് പറയുകയാണ്. അപ്പോൾ ശ്രീശുഖൻ പറഞ്ഞു, അങ്ങനെ വിചാരിക്കേണ്ട, ഭഗവാൻ ആരോടും ഒരു അധികം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക താല്പര്യമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ കാണുന്നു. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടുന്നത് പോലെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. നല്ല മഴ പെയ്തും കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്തും കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടു. ബസ് സ്റ്റോപ്പിലേക്ക് കയറി ആ മഴയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ, മഴ കൊള്ളാതെ കഴിച്ചിലായി. അപ്പം ബസ് സ്റ്റോപ്പ് നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറയാൻ വയ്ക്കുമോ? ബസ് സ്റ്റോപ്പ് നമ്മളെ അനുഗ്രഹിച്ചു അങ്ങനെ പറയാൻ കഴിയുമോ? നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് കയറിയത് കൊണ്ട് നമുക്കെന്ത് കിട്ടി? അവിടെ ഒരു സംരക്ഷണം കിട്ടി. നല്ല തണുപ്പുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുകയാണ്. അപ്പം കുറച്ചപ്പുറത്തായി തീ കായുന്നത് കണ്ടു, കുറച്ച് ആൾക്കാർ തീ കായുന്നത് കണ്ടു. നമ്മൾ അങ്ങോട്ട് കയറി അവിടെ ആ തീയിൻ്റെ അടുത്തിരുന്നു. അപ്പം നമ്മുടെ ആ തണുപ്പ് പോയി കിട്ടി. തീ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മൾ തീയിൻ്റെ അടുത്തേക്ക് പോയത് കൊണ്ട് നമുക്ക് ആ തീയുടെ എന്താ പറയുക അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പം നമ്മൾ ഭഗവാങ്കലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ഗുണങ്ങളൊക്കെ കിട്ടും. നോക്കൂ, ഭഗവാൻ നരസിംഹാവതാരം എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ടല്ല, മറിച്ച് ആരെ രക്ഷിക്കാനാണ്? പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ, ഭക്തനായ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ നരസിംഹാവതാരം സ്വീകരിച്ചത്. പരീക്ഷത്തിനോട് പറയുക, അങ്ങക്ക് അറിയില്ല ആ കാര്യമൊക്കെ? ഇതേ സംശയം തന്നെ അങ്ങയുടെ പിതാമഹനായ യുധിഷ്ഠിരനും ഉണ്ടായിരുന്നു. രാജസൂയത്തിൽ വെച്ച് ഭഗവാൻ ശിശുപാലൻ കുറേ കുറ്റങ്ങൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ടും ശിശുപാലന് ഭഗവാൻ മുക്തി കൊടുത്തു. അത് കണ്ടപ്പം യുധിഷ്ഠിരൻ ആകെ അത്ഭുതമായി. യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട് ചോദിച്ചു, ഈ ശിശുപാലൻ ജനിച്ച അന്ന് മുതൽക്ക് തന്നെ കൃഷ്ണനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്, ഏത് സമയത്തും കൃഷ്ണനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. ആരഭ്യ കളഭാഷണാൽ എന്നാണ്. കുട്ടിക്കാലത്ത് തന്നെ കിള്ളേ എന്ന് പറയുന്ന ആ പ്രായത്തിൽ പോലും ഭഗവാനെ കൃഷ്ണൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ആയിട്ട് പോലും അദ്ദേഹത്തിന് മുക്തി കിട്ടി. എന്നാൽ പിന്നെ ഭഗവാനെ ചീത്ത വിളിക്കുകയല്ലേ എളുപ്പം? ചിത്രോ നജാതോ ജിഹ്വായാം, വായയിൽ നിന്ന് പുഴു വരുന്നൊക്കെയാണ് പറയുക ഭഗവാനെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ. ഇത് വായയിൽ നിന്ന് പുഴുവൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മോക്ഷം കിട്ടുകയും ചെയ്തു. എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പം നാരദൻ പറഞ്ഞു, അങ്ങ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യം മാത്രമേ കണ്ടുള്ളൂ, ഇതിന് മുൻപുള്ള അവസ്ഥകളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ആദ്യം ഈ ശിശുപാലൻ ആരായിരുന്നു? ഭഗവാന്റെ ദ്വാസ്ഥൻ തന്നെയായിരുന്നു. ജയവിജയന്മാരിൽപ്പെട്ട ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ജയവിജയന്മാർ. അവർക്കൊരു ശാപം കൊണ്ട് ഭൂമിയിലെത്തേണ്ടതായിട്ട് വന്നതാണ്. 3 ജന്മം കഴിഞ്ഞാൽ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് തന്നെ വരാനും കഴിയും. അപ്പോൾ ആ ഒരു ശാപം കൊണ്ടാണ് ആദ്യത്തെ ജന്മം അവരാരായി വന്നു? ജയവിജയന്മാർ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായി വന്നു. പിന്നീടോ രാവണനും കുംഭകർണനുമായി വന്നു. ശിശുപാലനും ദന്തവക്ത്രനുമായി വന്നു. ഓരോരോ ജന്മം കൊണ്ടും അവരുടെ ആ കർമ്മവാസനകളൊക്കെ തീർന്ന് കുറഞ്ഞു വരിക ചെയ്തു. അവരുടെ ദോഷങ്ങളൊക്കെ കുറഞ്ഞു വന്ന് അവസാനം ഭഗവാങ്കലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു. ഇപ്പം കണ്ട കാര്യം മാത്രം മനസ്സിലാക്കിയാൽ പോരാ, മുൻപുള്ളതും കൂടി മനസ്സിലാക്കണം എന്ന് നാരദൻ പറയുകയാണ്. ഇപ്പം ഉള്ളത് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, മുൻപെന്തായിരുന്നു എന്നും കൂടി മനസ്സിലാക്കണം. അപ്പോൾ നോക്കൂ, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു ആയ സമയത്ത് ഇവർ കൂടുതൽ ഭീകരന്മാരായിരുന്നു, കുറച്ച് അധികം ഭയങ്കരന്മാരായിരുന്നു. അത് കഴിഞ്ഞു, ആ ജന്മം കഴിഞ്ഞു. പിന്നെ ആരായി? രാവണനും കുംഭകർണനുമായി. അന്നേരം അത്ര കുഴപ്പമുണ്ടാവും.
ഹിരണ്യകശിപുവിനും ഹിരണ്യാക്ഷനുള്ള കുഴപ്പമായിരിക്കില്ല, രാവണനും കുംഭകർണനും അത്ര കുഴപ്പമൊന്നുമില്ല. രാവണന് ഇപ്പോൾ കാര്യമായിട്ട് എന്താ കുഴപ്പമുള്ളത്? എന്താ ഇപ്പോൾ കാര്യമായിട്ട് രാവണനൊരു കുഴപ്പമുള്ളത്? 10 തലയുണ്ട്. എന്താ അർത്ഥം? 4 വേദവും 6 ശാസ്ത്രവും ആർക്കറിയാം? രാവണനറിയാം. 10 തലയുണ്ട് രാവണന്. നമ്മളെക്കാളൊക്കെ ബുദ്ധി, നമുക്കൊരു തലയല്ലേ ഉള്ളൂ, അദ്ദേഹത്തിന് 10 തലയാണ്. നമ്മളെക്കാളൊക്കെ ബുദ്ധിയുണ്ട്, 20 കൈകളുമുണ്ട്. നമ്മളെക്കാളൊക്കെ ശക്തിയുണ്ട് ആർക്ക്? രാവണന്. സാമവേദമൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട്, അസലായിട്ട് പാട്ടുപാടും. എന്താ ഇപ്പം രാവണനൊരു കുഴപ്പമുള്ളത്? ശിവഭക്തനാണ്. ജടാടവീകളജ്ജലപ്രവാഹപാവിതസ്ഥലേ ഗളേവലംബ്യലംബ്യതാം ഭുജംഗതുംഗമാലികാം. ഈ ശിവതാണ്ഡവ സ്തോത്രമൊക്കെ എഴുതിയതാരാണ്? രാവണനാണ്. പൂജാവസാന സമയേ ദശവക്ത്രഗീതം യശംഭുപൂജനപരം പഠതി പ്രദോഷേ. അത്ര പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആകെ ലേശൊരു കുഴപ്പം എന്താ വെച്ചാൽ കണ്ണ് കുറച്ച് വടക്കോട്ടാണ്. സ്ത്രീകളോട് ഒരു എന്താ പറയുക വലിയ ഒരു പ്രശ്നമായും കൊണ്ട് നല്ല രീതിയിലല്ല പെരുമാറിയത് എന്ന് മാത്രമേ ആർക്കുള്ളൂ? രാവണനൊരു കുഴപ്പമുള്ളൂ. അതികാമേന രാവണ എന്നാണ്. പക്ഷെ കാമം കുറച്ച് കൂടുതലാണ്, അത്ര മാത്രമേ ഉള്ളൂ കുഴപ്പം. പിന്നെ കുംഭകർണനോ? കുംഭകർണൻ അത്ര വലിയ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. നമ്മളൊക്കെ രാവിലെ 8 മണിക്ക് എണീക്കുന്നതിന് പകരം മൂപ്പര് 6 മാസം കിടന്നുറങ്ങുന്നു. 6 മാസം നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു, ഉണർന്നിരിക്കുന്നു. 6 മാസമെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടല്ലോ. കുറച്ചുകൂടി നല്ല ആളാണ് ആര്? കുംഭകർണൻ. അത് കഴിഞ്ഞു ശിശുപാലൻ ദന്തവക്ത്രനൊക്കെ ആയപ്പോഴോ ഒരു കുഴപ്പമില്ല. എന്താകുമ്പോൾ പ്രശ്നമുള്ളത്? ദന്തവക്ത്രനെ കുറിച്ചൊന്നും ഭാഗവത്തിനൊന്നും മര്യാദയ്ക്കൊന്നും പരാമർശിച്ചിട്ടുണ്ടെന്നില്ല. അയാളെ ഭഗവാൻ കൊന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശിശുപാലനോ കുറച്ച് ചീത്ത പറഞ്ഞു, രുക്മിണിയെ വിവാഹം കഴിക്കാൻ കിട്ടിയില്ല, അതിൻ്റെ ഒരു വിഷമവും കൂടിയാണ് ഈ ചീത്തയൊക്കെ പറയാനുള്ള കാരണം. അത്രേ ആർക്ക് കുഴപ്പമുള്ളൂ? ശിശുപാലന് കുഴപ്പമുള്ളൂ. ഓരോരോ ജന്മം കഴിയുന്നതിനനുസരിച്ച് ഇവരുടെ ആ ഒരു എന്താ എന്താ ക്രൗര്യം കുറയുക ചെയ്തത്. അതാണ് ഉണ്ടായത്. അങ്ങനെ 3 ജന്മം കൊണ്ട് തന്നെ അവർക്ക് എവിടേക്ക് എത്താൻ കഴിഞ്ഞു? വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാനായി സാധിച്ചു. അങ്ങനെയല്ലേ പുരാണത്തിൽ പറയുന്നത്? മാത്രമല്ല ഭഗവാന് പറയാണ്, ഭഗവാനെ സംബന്ധിച്ച് ദേഷ്യം ആയാലും ഇനി ഇഷ്ടമായാലും ഇനി ഭയത്തോടു കൂടിയിട്ടായാലും എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഭഗവാനെ വിചാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആലിൻ്റെ താഴത്തിരുന്നും കൊണ്ട് ആല് ദുഷ്ടനാണ്, ആല് അപകടകാരിയാണ് എന്ന് വിചാരിച്ച ആലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? ആലിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആലിൻ്റെ ആ നല്ല ഗുണങ്ങളൊക്കെ ആർക്ക് കിട്ടും? നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു കുഴപ്പമില്ല അല്ലേ? ആലിൻ്റെ താഴത്തിരുന്നാൽ ആലിൻ്റെ തണലൊക്കെ നമുക്ക് ആ ഓക്സിജനൊക്കെ സുഖമായിട്ട് അനുഭവിക്കാം. ആല് ദുഷ്ടനാച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ വിചാരിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഭഗവാനെ വിചാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഗോപ്യകാമാദ്ഭയാൽ കംസോദ്വേഷാൽ ചൈദ്യാദയോ നൃപാഹ സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്തിയാ വയം വിഭോ. ഗോപ്യകാമാത്, ഗോപസ്ത്രീകൾ ഭഗവാൻ എങ്ങനെയാണ് കണ്ടത്? ആദ്യം ഒരു കാമുക ഭാവത്തിലാണ് കണ്ടത്. ഗോപ്യകാമാത്. കുറച്ച് കഴിഞ്ഞപ്പോഴോ നേരെയാവുകയും ചെയ്തു കേട്ടോ. ജാരാത്മന എന്ന പരമാത്മതയാ, പരമാത്മാവായിട്ട് ആദ്യം കണ്ടില്ല, പിന്നെ നാര്യോ ഗതാഹ പരമഹംസഗതിം. ഈ ഗോപസ്ത്രീകൾക്ക് തന്നെ അതിൻ്റെ ഫലമായി പരമഹംസന്മാരെത്തിച്ചേരുന്ന ആ അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞു. അവർക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഭയാത് കംസഹ, കംസൻ എങ്ങനെയാണ് ഭഗവാനെ വിചാരിച്ചത്? പേടിച്ചും കൊണ്ടാണ്. കൃഷ്ണൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണൻ തന്നെ വധിക്കുമോ എന്നുള്ള ആ പേടി ഏത് സമയത്തും പേടിച്ചും കൊണ്ടാണ്. എന്നിട്ടും വിചാരിച്ചുവല്ലോ ഭഗവാനെ, അതിൻ്റെ ഗുണം കിട്ടി. ദ്വേഷാൽ ചൈദ്യാദയോ നൃപാ, ശിശുപാലൻ, ദന്തവക്ത്രൻ, സാൽവൻ, ഇവരൊക്കെ ഭഗവാനോട് ദേഷ്യമായിട്ടാണ് വിചാരിച്ചത്. അവർക്കും അതേ അവസാനം ഭഗവാനിലേക്ക് എത്താൻ കഴിഞ്ഞു. കൃഷ്ണാവതാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാവർക്കും മുക്തി കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ചൊക്കെ കഴിഞ്ഞാൽ കടമൊക്കെ എഴുതി തള്ളുമല്ലോ ഗവൺമെൻറ്. എന്തായാലും അടക്കില്ല എന്ന് കണ്ടാൽ കട എഴുതി തള്ളുമല്ലോ. ഇലക്ഷനൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. അതുപോലെ ഇനി എന്തായാലും ഇവരുടെ വാസന നീങ്ങുന്നില്ല, പൂർണ്ണമാവുന്നില്ല, മോക്ഷത്തിലേക്ക് എത്തില്ല എന്ന് കണ്ടാൽ കടമൊക്കെ അങ്ങോട്ട് എഴുതി തള്ളി എല്ലാവരെയും അങ്ങോട്ട് മുക്തിയിലേക്ക് എത്തിക്കുകയാണ്. അതിനാ ഭഗവാന്റെ കൃഷ്ണാവതാരം ഉണ്ടായത് തന്നെ. എല്ലാ മനുഷ്യർക്കും മുക്തി കിട്ടും ഒരവസ്ഥയിൽ. ഇപ്പോൾ പ്രളയം വരുമ്പോൾ എല്ലാവർക്കും മുക്തി കിട്ടും ഇല്ലേ? എല്ലാവർക്കും മുക്തി കിട്ടും. പിന്നെ അടുത്ത കൽപ്പത്തിൽ വീണ്ടും ജനിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. മോക്ഷം എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും എന്നല്ല, മോക്ഷത്തിൻ്റെ ആ ആനന്ദം നമ്മളൊക്കെ എല്ലാ ദിവസവും അനുഭവിക്കുന്നുമുണ്ട്. അപ്പോഴാ ഉറങ്ങുന്ന സമയത്ത് നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ആ ആനന്ദത്തിൻ്റെ ചെറിയൊരു പതിപ്പാണ്. അതെന്നെ ഉണർന്നിരിക്കുമ്പം കിട്ടുകയാണെങ്കിലോ
എന്നാൽ അത് ശരിക്കും ആനന്ദമായി, നിത്യാനന്ദമായി എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നല്ല ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? മോക്ഷം തന്നെയാണ്. അപ്പോൾ പണ്ട് ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ തീരെ ഉറക്കില്ല. അന്നേരം അടുത്ത് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടർ ചോദിച്ചു എന്നാണ്, അടുത്ത അമ്പലങ്ങളിലെങ്ങാനും സപ്താഹം നടക്കുന്നുണ്ടോ? ആ ഉണ്ട്, സപ്താഹമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്വയംവരത്തിൻ്റെ അന്നൊക്കെ നല്ല സദ്യയൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ വന്നിരുന്നാൽ എന്നാൽ നല്ല ഉറക്കാവും എന്നാ. അങ്ങനെ എന്നാലും മതി, ഇവിടെ വന്ന് ഉറങ്ങാൻ കഴിഞ്ഞാലും എന്താണ്, ഒരു മോക്ഷം തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഒരു ആനന്ദം ഉണ്ടാവുന്നില്ലേ? അതുതന്നെയാണ് വേണ്ടത്. ഒരു ചെറിയൊരു ആനന്ദം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് മോക്ഷമാണ്. മോക്ഷത്തിൻ്റെ ഒരു അനുഭൂതി തന്നെയാണ് ഈ ഉറക്കം. അപ്പം എല്ലാവർക്കും മുക്തി കൊടുക്കാനായിട്ടാണ് ഭഗവാൻ. എന്നെങ്കിലും നമ്മളൊക്കെ എവിടേക്ക് എത്തും? ഭഗവാനിലേക്ക് എത്തും, ഉറപ്പാണ്. അതാണ് വേദാന്തത്തിൻ്റെ താല്പര്യം. ആരും ഭഗവാനിലേക്ക് അടുക്കാതിരിക്കില്ല. ഏതെങ്കിലും ഒരു ദിവസം എത്ര വലിയ നിരീശ്വരവാദിയായാൽ പോലും അയാൾ പോലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവസാനം എവിടേക്ക് എത്തും? ഈശ്വരനിലേക്ക് എത്തും. ഇനി എത്തിയിട്ടില്ലെങ്കിലോ എന്തായാലും പ്രളയം വരുമ്പോൾ എല്ലാവരും എവിടേക്ക് എത്തും? മോക്ഷത്തിലേക്ക് എത്തും, സംശയമൊന്നുമില്ല. പിന്നെ വീണ്ടും ജന്മം ഉണ്ടാവുമെന്ന് മാത്രം. പ്രളയത്തിന് ശേഷം സൃഷ്ടി വരുമ്പം ഈ കർമ്മവാസനയ്ക്കനുസരിച്ച് വീണ്ടും ജനിക്കേണ്ടതായി വരുന്നേ ഉള്ളൂ. എന്തായാലും കുറച്ച് കാലമെങ്കിലും മുക്തി കിട്ടാതിരിക്കില്ല, സംശയിക്കേണ്ട. അപ്പോൾ ഭഗവാൻ അങ്ങനെ എല്ലാവർക്കും മോക്ഷം കൊടുക്കാനായിട്ടാണ് കൃഷ്ണാവതാരം എടുത്തത്. ദേഷ്യത്തോടു കൂടി ആയി ഭഗവാനെ വിചാരിച്ചവർക്കും ഭഗവാൻ മുക്തി കൊടുത്തു. സംബന്ധാത് വൃഷ്ണയ, വൃഷ്ണികൾ ഭഗവാനെ ബന്ധുവായി കണ്ടു, അവർക്കും ഭഗവാൻ മുക്തി കൊടുത്തു. സ്നേഹാദ്യൂയം, അല്ലയോ പാണ്ഡവരെ, നിങ്ങളൊക്കെ ഭഗവാൻ എങ്ങനെയാണ് വിചാരിക്കുന്നത്? സ്നേഹത്തോടു കൂടിയാണ്. ഞങ്ങളോ ഭക്തിയാ വയം വിഭോ, ഭക്തിയോടുകൂടി ഞങ്ങൾ വിചാരിക്കുന്നു. നാരദാദി മഹർഷിമാർ ഏന കേന പ്രകാരേണ തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്, ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ മനസ്സ് എവിടേക്ക് എത്തണം? ഭഗവാനിലേക്ക് ഉറയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ എല്ലാം ഒരുപോലെ തന്നെയാണ്. പറയുന്നില്ലേ, രാധ തൻ പ്രേമവും ചേതീപക്രോധവും മാധവ പ്രീതിയിലൊന്നു തന്നെ. രാധാദേവിയുടെ ആ പ്രേമഭക്തിയും ശിശുപാലൻ്റെ ദേഷ്യവും ഭഗവാൻ രണ്ടും എന്തായിരുന്നു? ഒരുപോലെയായിരുന്നു, ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ആ വിഷയം അങ്ങോട്ട് സംഗ്രഹിച്ചു. അപ്പം അങ്ങനെ സംഗ്രഹിച്ച സമയത്ത് യുധിഷ്ഠിരൻ ആ സദസ്സിൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ഹിരണ്യകശിപുവിനെ വധിക്കാൻ, പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനായി ഭഗവാൻ ചെയ്ത ആ നരസിംഹാവതാരം വിസ്തരിച്ചെന്ന് കേൾക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പം അവിടെ ആ രാജസൂയയാഗം നടക്കുകയാണ്. അനവധി ലക്ഷക്കണക്കിന് ആളുകൾ ആ യാഗത്തിൽ പങ്കെടുക്കാനായി വന്നിട്ടുണ്ട്. അവിടെ വെച്ച് ഭഗവാന്റെ ആ നരസിംഹാവതാര ചരിത്രം വിസ്തരിച്ച് നാരദൻ അങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. നല്ലൊരു വിളക്കൊക്കെ ഇങ്ങനെ കത്തിച്ചു വെച്ചു. അവിടെ ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്, സാക്ഷിയായിട്ടിരിക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ. ഭഗവാൻ പറഞ്ഞു, മഹർഷേ, ഞാൻ ഇങ്ങനെ ചോരയൊന്നും കുടിച്ചിട്ടില്ല, എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുതേ, ഞാൻ വെണ്ണയും പാലും ഒക്കെ കഴിച്ചിട്ടുള്ളൂ, എന്നെങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഭഗവാൻ ചിരിച്ചും കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ വെച്ച് നാരദൻ നരസിംഹാവതാരം അങ്ങനെ പറയാൻ തുടങ്ങി. ഈ കൃഷ്ണനാണ് പണ്ട് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ആ നരസിംഹാവതാരത്തെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ട് കണ്ട് തുടങ്ങി. എന്താ കാരണം? ഹിരണ്യകശിപുവിന് ഭഗവാനോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? തുടക്കത്തിൽ തന്നെ പറയാണ്, ഹിരണ്യാക്ഷേ പൗത്രി പ്രതിഭടവപുഷാ ദേവഭവത ഹതേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭക്കശിപു അമരാരാതിസദസി പ്രതിജ്ഞാമാതേനേ തവ കില വധാർത്ഥം മധുരിപോ. തൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹരൂപിയായി വന്ന് വധിച്ചു എന്നുള്ള വാർത്ത ഹിരണ്യകശിപു അങ്ങനെ കേട്ടു. വല്ലാണ്ട് ഇങ്ങോട്ട് ദേഷ്യം വന്നു. തൻ്റെ ആ അസുരന്മാരുടെ സഭയൊക്കെ വിളിച്ചു ചേർത്തു. ആ സഭയിൽ വെച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഹിരണ്യാക്ഷൻ മരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ആശയത്തിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല, നമ്മൾ ആ ആശയം പിന്തുടർന്നു കൊണ്ടേയിരിക്കും. എന്തായാലും മായാവിയായ ആ വിഷ്ണുവിനെ വധിച്ച് ആ വിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അനുജനായി തർപ്പണം ചെയ്യും. രുധിരപ്രിയം തർപ്പയിഷ്യെ, രുധിരത്തിനോടാണ് ഹിരണ്യാക്ഷൻ ഏറ്റവും ഇഷ്ടം. അങ്ങനെയുള്ള ആ ഹിരണ്യാക്ഷനായി തർപ്പണം ചെയ്യും എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. അതിനായിട്ട് എനിക്ക് നല്ല കരബലുണ്ട്. കരബലം മാത്രം പോരാ, കുറച്ച് വരബലവും കൂടിയും വേണം. ശക്തി മാത്രം പോരാ, വരപ്രസാദവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ വധിക്കാൻ, വിഷ്ണുവിനെ വധിക്കാൻ കഴിയുള്ളൂ. അതിനായി ആ ഹിരണ്യകശിപു തപസ് ചെയ്യാനായി മന്ദരപർവ്വതത്തിൻ്റെ അടുത്തേക്കും കൂടി വന്നു.
അവിടെ വെച്ച് ഗംഭീര തപസ്സങ്ങട് തുടങ്ങി. സതേപേ മന്ദരദ്രോണ്യാം തപപരമദാരുണം ഊർധ്വബാഹുർനഭോ ദൃഷ്ടി പാദാങ്കുഷ്ഠാശ്രിതാവനീ. പാദത്തിൻ്റെ പെരുവിരൽ നിലത്ത് ഊന്നിക്കൊണ്ട് തല മുകളിലേക്ക് വെച്ചും കൊണ്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ അങ്ങോട്ട് തപസ്സം കണ്ട് തുടങ്ങി. കൈകൾ ഇങ്ങനെയൊക്കെ വെച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ടുള്ള തപസ്സാണ്. സൂര്യന് തോന്നും താഴത്ത് 2 സൂര്യൻ ഉണ്ട് എന്ന് തോന്നും ഇയാളുടെ കണ്ണ് കണ്ടാൽ. അങ്ങനെയുള്ള ഭീകരമായ തപസ്. തപസ് എന്ന് പറഞ്ഞാൽ അത്രയൊന്നും പ്രയാസമില്ല, മനസ്സിനെ ഏകാഗ്രമാക്കുക വേണ്ടു, അത് തന്നെയാണ് തപസ്. അതൊരു ദാരുണമായും കൊണ്ടായാലോ താമസികമായ തപസ്സാവും. അവനവൻ്റെ ശരീരത്തെ കഷ്ടപ്പെടുത്തിക്കൊണ്ടൊക്കെ ചെയ്യുന്ന തപസ്സിനെയാണ് എന്ത് പറയുക, ദാരുണമായ തപസ്, താമസിക തപസ് എന്നൊക്കെ പറയുക. ഭഗവത്ഗീതയിൽ സാത്വികം രാജസം താമസം എന്നൊക്കെ തപസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ശരീരത്തെ സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിച്ചും കൊണ്ടൊക്കെ ചെയ്യുന്ന തപസ്സാണ് താമസികമായ തപസ്. ചില ആൾക്കാരൊക്കെ കണ്ടില്ലേ ശൂലൊക്കെ നാവുമ്മിലൂടെയൊക്കെ കുത്തി കയറ്റിയും കൊണ്ടൊക്കെ, അവർക്ക് തപസ്സല്ല എന്ന് പറയുന്നില്ല, അതും തപസ് തന്നെയാണ്. അതങ്ങനെയുള്ള തപസ്സാണ്, താമസികമായ തപസ്സാണ്. അങ്ങനെ തപസ്സങ്ങട് തുടങ്ങി. ദേവന്മാർക്കൊന്നും സ്വർഗത്തിലിരിക്കാൻ തന്നെ കഴിയുന്നില്ല. ദേവന്മാർ വേഗം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ദൈത്യേന്ദ്ര തപസാ തപ്ത ദിവിസ്ഥാതും ന ശക്നുമാ. സ്വർഗത്തിലിരിക്കാൻ പോലും കഴിയുന്നില്ല, വേഗം അനുഗ്രഹിക്കണേ. അങ്ങനെയാണ് തപസ് ചെയ്യുന്നത് ബ്രഹ്മാവേ. സാധാരണ ബ്രഹ്മാവിന് നല്ലൊരു അമ്പലം പോലും ഇല്ല, 1-2 അമ്പലങ്ങളൊക്കെ ഉള്ളൂ. എന്നാലേ ഏറ്റവും വലിയ അമ്പലം ബ്രഹ്മാവിൻ്റെ അമ്പലമാണേ. ഏതാണത്? പുഷ്കരം. തീർത്ഥഗുരു എന്നാണ് പറയുക. തീർത്ഥങ്ങളുടെ ഗുരുവായ പുഷ്കരം ആരുടെ ക്ഷേത്രമാണ്? ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ്. പിന്നെ നമ്മുടെ തിരുനാവായ അവിടെ ഒരു ബ്രഹ്മാവിൻ്റെ അമ്പലമുണ്ട്. അധികം ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങളില്ല. അങ്ങനെയാണ് തപസ് ചെയ്യുന്നത്. ഓം തത്സൽ വിതു ബ്രഹ്മണേ തത്സൽ നമ, അങ്ങയുടെ മൂലമന്ത്രമാണ് ജപിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ബ്രഹ്മാവ് ചോദിച്ചു, എന്നെ തന്നെയാണോ കുട്ടികളെ ഈ ഹിരണ്യകശിപു സേവിക്കുന്നത്? അങ്ങയെ തന്നെയാണ് സേവിക്കുന്നത്, വേഗം പോയി അനുഗ്രഹിച്ചോളൂ. അത് കേട്ടു ബ്രഹ്മാവ് തൻ്റെ ആ അരയന്നത്തിൻ്റെ പുറത്ത് കയറി ആരുഹ്യഹംസമതിസുന്ദരമന്ദയാനം, ആ മനോഹരമായ ആ അരയന്നത്തിൻ്റെ പുറത്ത് കയറിയിട്ട് അങ്ങനെ പുറപ്പെട്ടു ബ്രഹ്മാവ്. നേരെ ആ ബ്രഹ്മാവ് തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടുത്തെ സമയത്ത് ഹിരണ്യകശിപുവിനെ കാണുന്നതന്നെയില്ല, ആ മന്ത്രം മാത്രമേ കേൾക്കുന്നുള്ളൂ. തൽസൽ വിതു ബ്രഹ്മണേ തൽസൽ നമ, ആ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ ഉറുമ്പ് ഭക്ഷിച്ചിട്ടുണ്ട്. പ്രാണാഹ്യസ്ഥിഷു ശേരത്തെ, പ്രാണൻ നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? എല്ലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട്, അച്ഛൻ തന്നെയാണ് ഗുരു, അച്ഛൻ പറയാറുണ്ട്, ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ടാണ് ഹിരണ്യകശിപു വന്നത് വെച്ചാൽ ഉറപ്പാ പിന്നെ നരസിംഹാവതാരം വേണ്ടി വരില്ല, ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിലേ പിന്നെ നരസിംഹാവതാരം വേണ്ടി വരില്ല. പ്രാണൻ ഇപ്പോൾ എവിടെയാ? എല്ലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. എന്നിട്ട് നോക്കൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തി നോക്കൂ, ഒരു ഉറപ്പ്. ദുർബുദ്ധിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം, ഈ തപസ്സൊക്കെ ചെയ്യാൻ ആ ഏകാഗ്രത, ആ ഒരു ഇഷ്ടം നോക്കൂ. ഭഗവാനെ കണ്ടുപിടിച്ചിട്ടേ അടങ്ങുള്ളൂ. സ്വാർത്ഥതയ്ക്കാണെങ്കിൽ പോലും ഹിരണ്യകശിപുവിൻ്റെ ആ സങ്കല്പം നോക്കണം. ബ്രഹ്മാവ് പറഞ്ഞു എഴുന്നേൽക്കൂ വത്സ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഭഗവാൻ വന്നതൊന്നും അറിയുന്നില്ല, പിന്നെ ഇങ്ങനെ തപസ് ചെയ്യുകയാണ്. വേഗം തൻ്റെ കമണ്ടലൂലുള്ള ജലം കയ്യിലാക്കി ഓം 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 ജപിച്ചങ്ങോട്ട് തളിച്ചു. ആ തളിക്കൽ അങ്ങോട്ട് കഴിഞ്ഞതോടുകൂടി പിന്നൊന്നും പറയേണ്ട, ആ പുറ്റ് വന്ന് മൂടിയിട്ടുണ്ട്. പുറ്റൊക്കെ അങ്ങോട്ട് 2 ഭാഗത്തേക്കായിട്ട് അങ്ങോട്ട് വീണു. അതിൻ്റെ ഉള്ളിൽ നിന്ന് സതു കീചകവൽമീകാൽ സഹ ഓജോബലാന്യുത സർവാവയവ സമ്പന്നോ വജ്രസംഹനനോ യുവാ. വജ്രത്തിനെ പോലെ കടുപ്പുള്ള സ്വരൂപത്തോടുകൂടി ഒരു യുവാവായി ഹിരണ്യകശിപു അങ്ങനെ ഉയർന്നു വന്നു. ബ്രഹ്മാവ് ചോദിച്ചു, അല്ലയോ മർത്യ എന്നാ ബ്രഹ്മാവ് വിളിക്കുന്നത്. മർത്യ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മരണധർമ്മത്തോടു കൂടിയവനെ എന്നാണ് അർത്ഥം മർത്യ എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാവരും മരിക്കും എന്നുള്ളതാണ് ബ്രഹ്മാവ് സൂചിപ്പിച്ചത്, മർത്യ എന്ന് വിളിക്കുന്നതിലൂടെ തന്നെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മണ്ണിലേക്ക് പോകാനുള്ളവനാണ്, മൃത്തിലേക്ക് പോകാനുള്ളവനെ, അതും അർത്ഥമെടുക്കാം മർത്യ എന്ന് പറഞ്ഞാൽ. മർത്യ എന്ന് വിളിച്ചു. അപ്പം തന്നെ ഹിരണ്യകശിപു ഒരു സംശയമുണ്ട്, ഇനിയിപ്പം മരിക്കാതിരിക്കണം എന്നാ വരം വാങ്ങേണ്ടത്, അത് കഴിയില്ല എന്ന് മനസ്സിലായി. മർത്യനാണ്. ബ്രഹ്മാവിനെ സൂചിപ്പിച്ച് ഏതൊരാൾക്കും നാശമുണ്ട്, ഞാനും കുറച്ച് കഴിഞ്ഞാൽ സ്വരൂപം മാറേണ്ടി വരും, ഏതൊരാൾക്കും അവസാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിനോട് എന്താ ഇപ്പോൾ വാങ്ങുക? ബ്രഹ്മാവിനോട് ചോദിച്ചു, അങ്ങ് എനിക്ക് അനുകൂലമായുള്ള വരമൊക്കെ നൽകാനായിട്ട് തന്നെയല്ലേ വന്നത്?
ആദ്യം വളരെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. നമ ആദ്യായ ബീജായ, ആദ്യത്തെ ശക്തിയാണ്. പ്രപഞ്ചം ഒക്കെ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കാനായി ഈ വസ്തുക്കളെല്ലാം ചേർത്തത് അവിടുന്നാണ്. സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങ് തന്നെയാണ് പലതായി മാറി ഈ പ്രപഞ്ചത്തെ ഈ കാണുന്നത് പോലെയൊക്കെ വിധാനം ചെയ്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്തുതിച്ചു. എന്നിട്ട് അവസാനം ചോദിച്ചു, എനിക്ക് അനുകൂലമായ വരം നൽകാനല്ലേ വന്നത്? അങ്ങനെയാണെങ്കിൽ മരിക്കാതിരിക്കാൻ കഴിയാന്നല്ലേ അങ്ങ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അങ്ങ് സൃഷ്ടിച്ചതിനെ കൊണ്ടൊന്നും ഞാൻ മരിക്കരുത് എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് അപ്പം തന്നെ വരം കൊടുത്തു, തഥാസ്തു, അങ്ങനെ തന്നെ. കാരണം ആർക്ക് കൊല്ലാം? വിഷ്ണു ഭഗവാന് കൊല്ലാലോ. വിഷ്ണു ഭഗവാനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടില്ല. ബ്രഹ്മാവിന് സന്തോഷമായി, ഒരു സൗകര്യം കിട്ടി, അന്നേരം തന്നെയാണ് വരം കൊടുത്തു, തഥാസ്തു. പിന്നെ അദ്ദേഹം സംശയമായി ഈ ഹിരണ്യകശിപുവിന്, എന്താ പെട്ടെന്ന് തന്നെ ബ്രഹ്മാവ് വരം നൽകിയതൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ, ഞാൻ ആ വരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നും കൂടി ഇനി വേറൊരു സന്ദർഭത്തിലും മരണം ഉണ്ടാവാതിരിക്കാനായിട്ട് വീണ്ടും കുറേ വരം വാങ്ങി. അകത്തുനിന്ന് കൊല്ലരുത്, പുറത്തുനിന്ന് കൊല്ലരുത്, ദേവന്മാർ കൊല്ലരുത്, അസുരന്മാർ കൊല്ലരുത്, മനുഷ്യന്മാർ കൊല്ലരുത്, പുരുഷന്മാർ കൊല്ലരുത്, സ്ത്രീകൾ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്. എന്തൊക്കെ വരാൻ വാങ്ങിയത്? സന്ധ്യയ്ക്ക് കൊല്ലരുതെന്ന് മാത്രം വാങ്ങിയിട്ടില്ല, രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വരം വാങ്ങി. ശരിക്കും ഇതൊക്കെ ആര് സൃഷ്ടിച്ചതാണ്? ബ്രഹ്മാവ് സൃഷ്ടിച്ചത് തന്നെയല്ലേ ദേവന്മാരെയും അസുരന്മാരെയൊക്കെ? ആലോചിക്കാണ്ട് ഇങ്ങോട്ട് വരം ചോദിച്ചതാണ്. ഒക്കെ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് തന്നെയാണ്, അത്ര ആലോചിച്ചിട്ടില്ല. ദേശൊരു വിഡ്ഢിത്തം പറ്റിപ്പോയി. അങ്ങനെ എല്ലാ വരവും തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞാണ്ട് കൊടുത്തു. വരം ലബ്ധ്വാ തൃപ്ത. സാധാരണ വരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തി വരെയല്ലേ വേണ്ടത്? വരം ലബ്ധ്വാ തൃപ്ത, തൃപ്തനാവുക വേണ്ടത്. എന്നാൽ അപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? വരം ലബ്ധ്വാ തൃപ്ത, തൃപ്തനായി, ദർപ്പം കൂടുതലായി, ഗർവിഷ്ഠനായി തീർന്നു. അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചു. സകല ലോകത്തെയും ജയിക്കാനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. വിഷ്ണു ഭഗവാൻ ഒരാൾ പോലും സേവിക്കരുത്, ഭാഗവതം ആരും വായിക്കരുത്. വായിക്കുകയാണെങ്കിൽ ഏതേ വായിക്കാവൂ? ഹിരണ്യ ഭാഗവതം, അത് മാത്രമേ വായിക്കാവൂ. നാമൊന്നും ജപിക്കരുത്. നാരായണനാമൊക്കെ എന്ത് ചെയ്തു? സകല ദിക്കിലും അങ്ങോട്ട് നിരോധിച്ചു. ഒരാൾ പോലും വായിക്കരുത്. നാരായണനാമം ഒന്നൊരാൾ പോലും ജപിക്കരുത്. ജപിക്കുകയാണെങ്കിൽ എന്ത് ജപിക്കാം? ഹിരണ്യായ നമാന്ന് ജപിക്കാം, വേറെ ഒന്നും ജപിക്കരുത്. ഹിരണ്യായ നമാന്ന് ജപിക്കാം. ദേവലോകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ദേവേന്ദ്രൻ ദേവത്തെ കണ്ട സമയത്ത് തന്നെ എഴുന്നേറ്റ് കൊടുത്തു, ഇരുന്നോളൂ എന്ന് പറഞ്ഞു, സിംഹാസനത്തിൽ ഇരുന്നോളാൻ പറഞ്ഞു. വരുണൻ വന്നു, വെഞ്ചാമരമൊക്കെ വീശിക്കൊടുത്തു. വലിയ കുടണ്ട്, ആലവട്ടം വീശിക്കൊടുത്തു, വെഞ്ചാമരം വീശിക്കൊടുത്തു, വലിയൊരു കുടണ്ട്, വെൺകൊറ്റക്കൊട. അത് വരുണനും വായുവും ഒക്കെ കൂടി അങ്ങനെ പിടിച്ചു കൊടുത്തു. ദേഹത്തെ രാജാവാക്കി നിശ്ചയിച്ചു. ദേവന്മാർക്ക് ലേശാഹങ്കാരം ഉണ്ടായിരുന്നു. ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഹിരണ്യകശിപു വന്നപ്പോഴേക്കും സകല ലോകവും ഹിരണ്യകശിപുവിൻ്റെ കയ്യിലായി. പറയുന്നുണ്ട്, സസഞ്ചരിഷ്ണുർഭുവനാന്തരേഷു യാം യദൃച്ഛയാ ശിശ്രിയദാശ്രയശ്രിയ അകാരിതസ്യൈഹി മകുടോപലസ്ഖലൽ കരൈത്രിസന്ധ്യം ത്രിദശൈർദിശേ നമാ. ദേവന്മാരൊക്കെ ഹിരണ്യകശിപു എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞും കൊണ്ടാണ് സന്ധ്യാവന്ദനം ചെയ്യാറുള്ളത്. ഹിരണ്യകശിപു തെക്കാണ്, കന്യാകുമാരിയാണ് നിൽക്കുന്നതെങ്കിലോ ദേവന്മാർ തെക്കോട്ട് നോക്കിയിട്ടാണ് സന്ധ്യാവന്ദനം ചെയ്യുക. കാരണം സാധാരണ മരിച്ചാലൊക്കെയാണ് തെക്കോട്ട് നോക്കി സന്ധ്യാവന്ദനമൊക്കെ പതിവുള്ളത്. എന്നാൽ ഹിരണ്യകശിപു എവിടെയാണോ അവിടേക്ക് നോക്കിക്കൊണ്ടാണ് ദേവന്മാർ പോലും സന്ധ്യാവന്ദനം ചെയ്തതെന്നാണ്. ഇങ്ങനെ സകല ദേവന്മാരെയും അസുരന്മാരെയൊക്കെ ഇങ്ങോട്ട് പിടിച്ച് കെട്ടി വിഷ്ണു ഭഗവാൻ ഇല്ലാതെയാവാൻ വേണ്ടി അമ്പലങ്ങളൊക്കെ തകർക്കാൻ വേണ്ടി തീരുമാനിച്ചു. വേദപുസ്തകങ്ങളൊക്കെ നശിപ്പിക്കാനായിട്ട് ഓരോരുത്തരെ നിശ്ചയിച്ചു. പശുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഓരോ മന്ത്രിമാരെ നിശ്ചയിച്ചു. ബ്രാഹ്മണരെയും മഹർഷിമാരെയൊക്കെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതുകൊണ്ടൊക്കെ വിഷ്ണുവിന് നാശം ഉണ്ടാവുമോ? അദ്ദേഹത്തിൻ്റെ വിചാരം അങ്ങനെയാണ്. അതുകൊണ്ടൊന്നും വിഷ്ണുവിന് നാശം ഉണ്ടാവുമൊന്നുമില്ല, അതൊന്നും അവൻ അറിയില്ല. ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞു. നാരദാദി മഹർഷിമാർക്കൊന്നും നാമം ജപിക്കാതെ ഇരിക്കാൻ തന്നെ വയ്യ. എന്താ അപ്പം ചെയ്യുക? ഓരോ ശ്വാസത്തിലും നാമം ജപിക്കണം നാരദനൊക്കെ. നാരായണ നാമം ആരും ജപിക്കാനും പാടില്ല. അപ്പം എന്താ അപ്പം ചെയ്യുക? എവിടെ നോക്കിയാലും CCTV ക്യാമറ, അതും സൗണ്ട് മുഴുവൻ മനസ്സിലാവുന്ന CCTV ക്യാമറയാണ്. നാമം ജപിക്കാതിരിക്കാനും കഴിയില്ല. എന്താ അപ്പം ചെയ്യുക? അവസാനം ഒരു ദിവസം നാരദൻ ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാണ്. ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, ഞാൻ ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാ കേൾക്കട്ടെ. കവിത എങ്ങനെ ചൊല്ലിക്കൊടുത്തു നാരദൻ. നാരായണ നാരായണ. എന്താ
ഇത് ജപിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല. ഇത് കേൾക്കൂ, മുഴുവൻ കേൾക്കൂ. നാരായണ എന്ന് എന്താ പറയുന്നത് നോക്കൂ. കവിതയിൽ ചില ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ, ശ്രദ്ധിക്കൂ. നാരായണ 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 നാമജപം കേൾക്കുന്നില്ലെങ്ങും. സന്തോഷമായോ? വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനെയാ കവിത ഉണ്ടാക്കേണ്ടത്. നാരായണ നാമജപം എവിടെയും കേൾക്കുന്നില്ലല്ലോ, കേൾക്കാതിരിക്കുക വേണ്ടത്. എന്നാൽ ഒന്നും കൂടി ഉണ്ട്, ഒരു വരിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. നാരായണ 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 നാമജപം പാടുന്നില്ലാരും. പാടിയാലല്ലേ കേൾക്കുള്ളൂ, ആരും പാടുന്നുമില്ല. ഹിരണ്യകശിപുവിന് വളരെ സന്തോഷമായി എന്നാണ്. ഇങ്ങനെയുള്ള ഓരോരോ കവിതകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് മഹർഷിമാർ നാമം ജപിച്ചത് ആ കാലത്ത്. അങ്ങനെ അങ്ങോട്ട് കഷ്ടപ്പെടുത്തി ദേവന്മാരെല്ലാവരും വൈകുണ്ഠത്തിലേക്ക് അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഭഗവാനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം, എന്താ നിങ്ങൾ ചെയ്യുക? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, എന്നാണോ അദ്ദേഹം ഭക്തനെ ദ്രോഹിക്കുന്നത് അന്ന് ഞാൻ അവതരിക്കുന്നതാണ്. നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാദ്രുഹ്യേത് ഹനിഷ്യേപി പരോർജിതം. എന്നാണോ അദ്ദേഹം ഭക്തനെ ദ്രോഹിക്കാനായിട്ട് പുറപ്പെടുന്നത് അന്ന് ഞാൻ അവതരിക്കും. അദ്ദേഹത്തിനൊരു മകൻ ജനിക്കും, പ്രഹ്ലാദൻ. അപ്പം 3 കുട്ടികളുണ്ടായല്ലോ, അവരെപ്പോലൊന്നും ആവില്ല പ്രഹ്ലാദൻ. ആ മകൻ ഉണ്ടായാൽ ഞാൻ എന്തു ചെയ്യും? അവനെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ ഞാൻ അവതരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ദേവന്മാർക്ക് സന്തോഷമായി. എന്നാലും അവർക്കൊരു വിഷമമുണ്ട്. അവർ ചോദിച്ചു, അതല്ല, ഞങ്ങൾക്കൊന്നും ഭക്തി ഇല്ലേ? നിങ്ങൾക്കൊന്നും ശരിക്കുള്ള ഭക്തി ഇല്ല, നിങ്ങൾക്കൊക്കെ സീസണൽ ഭക്തി മാത്രമേ ഉള്ളൂ. ചില സമയത്തൊക്കെ നല്ല ഭക്തിയാണ്, അത് കഴിഞ്ഞാൽ അമ്പലം കാണുന്നില്ല. ഏതായാലും 4ാമത്തെ മകനായ ആ പ്രഹ്ലാദൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് കയാധു. കയാധുവിൻ്റെ മകനായി പ്രഹ്ലാദൻ 4ാമതായിട്ട് അങ്ങനെ ജനിച്ചു. ആ പ്രഹ്ലാദന് ജനിച്ച സമയത്ത് തന്നെ ഈശ്വര വിചാരം കൂടുതലാണ്. ഇടയ്ക്ക് ധ്യാനമൊക്കെ ചെയ്തും കൊണ്ടിരിക്കും. അന്നേരം തന്നെ അസുരന്മാരൊക്കെ പറയാൻ തുടങ്ങി ഹിരണ്യകശിപുവിനോട്, ശ്രദ്ധിച്ചോളൂ, പ്രത്യേകം പ്രശ്നമുണ്ട്, ഒരു ബാധ കൂടിയിട്ടുണ്ട് ഈ കുട്ടിക്ക്. എന്താണെന്നറിയില്ല, ഹരിഹരി ഹരിഹരി നാരായണ എന്നൊക്കെ ജപിക്കുന്നുണ്ട്, എന്തോ ഒരു ബാധ കൂടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതെ, ബാധനയാ കൂടിയത്. എന്താ കൂടിയത്? ന്യസ്തക്രീഡന ഗോപാലോ ജഡവത്തൻ മനസ്തയാ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗദീദൃശം. കൃഷ്ണനാകുന്ന ആ ബാധയാണ് ഈ കുട്ടിയെ പിടിച്ചത്. കൃഷ്ണൻ പിടിച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെയായി പ്രപഞ്ചത്തെ കാണുക? ഇപ്പം കാണുന്നത് പോലെയല്ല പിന്നെ പ്രപഞ്ചത്തെ കാണുക. ജഗദീദൃശം, ഇതുപോലെയല്ല പിന്നെ നമ്മൾ പ്രപഞ്ചത്തെ കാണുക. കണ്ടതിലൊക്കെ ആരെ കാണാൻ കഴിയും? ഭഗവാനെ കാണാൻ കഴിയും. അതാണ് കൃഷ്ണൻ പിടിച്ചാലുള്ള ഗുണം. സാധാരണ 2 തരത്തിലാണെന്ന് പറയും. രാമകൃഷ്ണ പരമഹംസർ ഒരു ഉദാഹരണം പറയും. കുരങ്ങൻ കുട്ടികളെ കൊണ്ടുപോകുന്നത് പോലെ, പൂച്ച കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ എന്ന് പറയും. കുരങ്ങൻ കുട്ടികളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വേറൊരു മരത്തിൻ്റെ മുകളിലൊക്കെ ചാടുമ്പോഴോ ഇപ്പോൾ കുട്ടി കയ്യിൽ നിന്ന് വീണുപോകും, പിടിവിട്ട് വീണുപോകും. നേരെ മറിച്ച് പൂച്ച കുട്ടികളെ കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? കൊണ്ടുപോകുന്നത് വളരെ ശ്രദ്ധിച്ച് കടിച്ച് പിടിച്ചും കൊണ്ടാണ്. എലീനെ കൊല്ലുന്ന അതേ പല്ല് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പൂച്ച കുട്ടീനെയും എടുത്ത് കൊണ്ടുപോവുക. കടിച്ച് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോവുക ചെയ്യുക. വേദനയാവാതെ ഓരോ ദിക്ക് കൊണ്ടുപോയി വയ്ക്കും. വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് കാണാം. അപ്പോൾ ഭഗവാൻ ഇങ്ങോട്ട് പിടിക്കണം എന്നാണ്. ഭഗവാൻ ഇങ്ങോട്ട് പിടിക്കണമെങ്കിലോ അതിനെന്ത് വേണം? അതിനനുസരിച്ചുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. കുചേലനിലൊക്കെ ഉള്ള ഗുണം അതാണ്. കുചേലനെ ഭഗവാൻ ഇങ്ങോട്ട് പിടിച്ചതാണ്. കൃഷ്ണസ്യാസീൽ സഖാ എന്നല്ലേ പറഞ്ഞത്? കൃഷ്ണനൊരു കൂട്ടുകാരുണ്ടായിരുന്നു. കൃഷ്ണനൊരു കൂട്ടുകാരനാവണമെങ്കിൽ ആ ഒരു സമ്പ്രദായം നമുക്കുണ്ടായാൽ ഭഗവാൻ നമ്മെ കൂട്ടുകാരനായിട്ട് അംഗീകരിക്കും. പ്രഹ്ലാദനെ ആ ഭക്തി കാരണം കൃഷ്ണൻ ഇങ്ങോട്ട് വന്ന് പിടിച്ചു. കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗദീദൃശം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കാണുന്നത് പോലും നല്ല, അദ്ദേഹം പ്രപഞ്ചത്തെ കാണുന്നത് എല്ലാറ്റിലും ഭഗവാനെ തന്നെ കണ്ടും കൊണ്ടാണ്. ആസീന പര്യടന്നശ്നൻ ശയാന പ്രഭിപൻ ബ്രുവൻ നാനുസന്ധത്തേതാനി ഗോവിന്ദ പരിരംഭിത. ഗോവിന്ദ എങ്ങനെ ആലിംഗനം ചെയ്തും കൊണ്ട് എപ്പോഴും കൂടെ ഉണ്ട് എന്ന ആ ഒരു ഭാവമാണ്. ഒരു പരിഭ്രമവും അദ്ദേഹത്തിനില്ല. നാമൊക്കെ ജപിക്കുമ്പോൾ ഹിരണ്യകശിപു ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്, അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പേടി? ഒരു പേടിയില്ല. ഭഗവാൻ ഉണ്ടെങ്കിൽ എന്ത് പേടിക്കാനാ? എന്നും കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് പേടിക്കാനാണ്? വേറെ ആരുടെയും കുട്ടിയായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് തന്നെ കൊന്നേനെ, മുളകൊക്കെ ഉടയ്ക്കും പോലെ അങ്ങോട്ട് ഉടച്ച് കളഞ്ഞേനെ. തൻ്റെ കുട്ടിയായതുകൊണ്ടൊന്നും ചെയ്യാനും തോന്നുന്നില്ല. പ്രഹ്ലാദനാവട്ടെ
ക്വചിദ്രുതതി വൈകുണ്ഠചിന്താ ശബളചേതന ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിൽ നദതി ക്വചിതുൽക്കണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിൽ ക്വചിൽ തൽഭാവനായുക്ത തന്മയോ അനുചകാര. ഇടയ്ക്ക് ഭഗവാൻ ഭക്തന്മാരനുഗ്രഹിച്ചതോർത്ത് ഉറക്കങ്ങനെ കരയും. ഇടയ്ക്കാവട്ടെ ഭഗവാന്റെ ആ തമാശകളൊക്കെ ആലോചിച്ച് ഇടയ്ക്ക് ഉറക്ക ചിരിക്കും. ഇടയ്ക്ക് ഭഗവാന്റെ ആ മഹിമകളൊക്കെ ആലോചിച്ച് നൃത്തം ചെയ്യും. ആ ഭഗവാനുമായിട്ടങ്ങനെ ചേർന്ന് ഒന്നായി എന്ന് പറയാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്. ഭഗവാൻ വേറല്ല, താൻ വേറല്ല, ഭഗവാങ്കലേക്ക് അങ്ങോട്ട് ചേർന്നു. ഇങ്ങനെ അങ്ങോട്ട് കണ്ട സമയത്ത് ഹിരണ്യകശിപുവിന് ഈ ഒരു സ്വഭാവം മാറ്റണം എന്ന് വിചാരിച്ചു. പ്രഹ്ലാദൻ്റെ ഈ ഒരു രീതി മാറ്റണം എന്ന് വിചാരിച്ചു. അതിനായിട്ട് എന്ത് ചെയ്തു, അവിടെ അടുത്തൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർത്താൻ തീരുമാനിച്ചു. അവിടുത്തെ ഹെഡ് മാഷാര ശുക്രാചാര്യരാണ്. ഒന്ന് പഠിപ്പിച്ച് നേരെയാക്കണം, ഈശ്വരനൊന്നും ഇല്ലയെന്ന് പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ചേർക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. ഹിരണ്യകശിപു പ്രഹ്ലാദനെയും കൊണ്ടുവരുന്നത് ശുക്രാചാര്യർ കണ്ടു. വേഗം എന്ത് ചെയ്തു, അവിടെ ഒരു ലോങ് ലീവ് എഴുതി കൊടുത്തിട്ട് അദ്ദേഹം പോകാൻ നോക്കി. പോവുകയെന്ന് പറഞ്ഞു. കാരണം എന്താണ്, ഇതുവരെ ഈശ്വരൻ ഉണ്ട് എന്നാണ് പഠിപ്പിച്ചത്. ഇനിയിപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പഠിപ്പിക്കണം. അത് വയ്ക്കുമോ? അത് വയ്യ. 5 വർഷത്തേക്ക് ഒരു ലീവ് എഴുതി വെച്ച് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ മക്കളുണ്ട് അവിടെ, ചണ്ടനും ഉണ്ട് അമർക്കനും ഉണ്ട്. ഞാൻ ഈ കുറച്ച് ദിവസത്തേക്കൊന്നും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. എന്നാ വരിക, നരസിംഹ അവതരിച്ചാലേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ, അതുവരെ ഞാൻ എന്നെ കാണില്ല. നിങ്ങൾ എന്താ വെച്ചാൽ പഠിപ്പിച്ചോളൂ, ഈശ്വരൻ ഉണ്ടെന്നോ ഈശ്വരൻ ഇല്ലയെന്നോ എന്ത് വേണേലും പഠിപ്പിച്ചോളൂ, മാസം ശമ്പളം കിട്ടുക, അത് കിട്ടുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഹിരണ്യകശിപു പ്രഹ്ലാദനെ അവിടെ കൊണ്ടുപോയിട്ട് ചേർത്തു. അവരങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി പ്രഹ്ലാദനെ. എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? പലതും പഠിപ്പിച്ചു. എത്ര പുരുഷാർത്ഥങ്ങളുണ്ട്? 4 പുരുഷാർത്ഥമുണ്ട് എന്ന് പറഞ്ഞു പ്രഹ്ലാദൻ. 4 പുരുഷാർത്ഥമൊന്നുമില്ല, 2 പുരുഷാർത്ഥമേ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ, ധർമ്മം അർത്ഥം കാമം മോക്ഷം 4 അല്ലേ പുരുഷാർത്ഥം? 4 അല്ല, 2 ഉള്ളൂ. ധർമ്മവും ഇവിടെ ഇല്ല, മോക്ഷവും ഇല്ല. ധാരാളം അർത്ഥം സമ്പാദിക്കുക, അർത്ഥം വെച്ചാൽ ധനം ധാരാളം സമ്പാദിക്കുക. അവനവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പരിധിയൊന്നും വെക്കേണ്ട, ധനത്തിൻ്റെ പരിധിയൊന്നും നോക്കണ്ട, എങ്ങനെയെങ്കിലും ധനം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും ജീവിക്കുക, തോന്നിയതുപോലെ ജീവിക്കുക, അങ്ങനെയാണ് വേണ്ടത്. ആഗ്രഹങ്ങൾക്കൊന്നും പരിധി വയ്ക്കൊന്നും വേണ്ട. എന്താ ഭർത്താവിന് ജോലി? സ്മഗ്ലിങ്ങാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ധർമ്മത്തിലൂടെ പണം ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഏത് രീതിയിലായാലും പണം ഉണ്ടാക്കുക, എന്നിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക തന്നെ ആഗ്രഹം. മോക്ഷമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്കില്ലെങ്കിലും മോക്ഷം ഉണ്ടല്ലോ, ധർമ്മം ഉണ്ടല്ലോ, അതൊന്നും ഇവിടുത്തെ സിലബസിലില്ല. ഇവിടുത്തെ സിലബസിൽ എന്തേ ഉള്ളൂ? എന്താ, അർത്ഥവും കാമവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി പഠിപ്പിക്കൽ. പ്രഹ്ലാദനെ അവർ പറഞ്ഞാലൊന്നും കേൾക്കുകയൊന്നുമില്ല, നന്നായിട്ട് ആലോചിക്കും. അപ്പം നമ്മളും അതെ. അപ്പം ആര് പറഞ്ഞു തന്നാലും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം? സ്വതന്ത്രമായി വായിച്ച് മനസ്സിലാക്കണം. പലരും പലതും പറയും, അതൊക്കെ കേട്ട് ശരിയാണെന്ന് ഇങ്ങോട്ട് ധരിക്കുന്നു വേണ്ട. നമ്മുടെ പുസ്തകങ്ങൾ സംസ്കൃതമൊക്കെ കുട്ടിക്കാലത്ത് തന്നെ കുറച്ച് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോഴുള്ള 5 മുതൽ 10 വരെയുള്ള സംസ്കൃത വിദ്യാഭ്യാസം പൊതുവിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, അതിലൂടെ തന്നെ നമുക്ക് മഹാഭാരതവും ഭാഗവതമൊക്കെ മനസ്സിലാക്കാനും അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാനൊക്കെ സാധിക്കും, സംശയമൊന്നുമില്ല. വേണമെന്ന് വിചാരിച്ചാൽ രാമായണത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയൊക്കെ അർത്ഥം സംസ്കൃത പഠനത്തിലൂടെ തന്നെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ തന്നെ വായിക്കണം. ഏതെങ്കിലും നിരൂപകന്മാർ പറയുന്നത് കേട്ടിട്ടോ ശ്രീകൃഷ്ണൻ ദുഃഖിയാണ്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാകെ സങ്കടമായിരുന്നു, ഏതെങ്കിലും ഒരു നിരൂപകൻ പറഞ്ഞാൽ നമ്മൾ കേട്ട് വിശ്വസിക്കണോ? നമുക്ക് തന്നെ മഹാഭാരതം വായിക്കാലോ, നേരിട്ട് വായിച്ചു നോക്കാലോ. കർണൻ ആരാണ്? നല്ല ആളാണോ ചീത്ത ആളാണോ? ഒക്കെ മഹാഭാരതമൊക്കെ നമുക്ക് തന്നെ വായിക്കാലോ. മഹാഭാരതത്തിൻ്റെ കാഴ്ചപ്പാടെന്താ, ഭാഗവതത്തിൻ്റെ വീക്ഷണം എന്താണ്, അതൊക്കെ നമുക്ക് തന്നെ സ്വയം വായിച്ച് വിലയിരുത്താനാവണം. അതിനെന്താ വേണ്ടത്? നമ്മൾ തന്നെ പഠിക്കണം. ആരും പറയുന്നത് കേൾക്കൊന്നും വേണ്ട, ഒരാൾ പറയുന്നതും കേൾക്കേണ്ട. നമുക്ക് തന്നെ സ്വതന്ത്രമായിട്ട് മനസ്സിലാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക മാത്രമേ വേണ്ടൂ. ഏതായാലും കുറച്ച് കാലം കഴിഞ്ഞു, ഒരു ഓണപ്പരീക്ഷയൊക്കെ ആവാനായി. ആരാ നോക്കാൻ? പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ ആരാണ്? ഹിരണ്യകശിപു തന്നെയാണ്. ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നതും ഹിരണ്യകശിപുവാണ്. പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും DD, DO, DPI ഒക്കെ ഹിരണ്യകശിപു തന്നെയാണ്. പ്രഹ്ലാദനെ വിളിച്ചു കൊണ്ടുവന്നു. പ്രഹ്ലാദനോട് എന്താ ചോദിച്ചത്? ഇത്രയും കാലം നീ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്, നീ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് ചോദിച്ചു. അപ്പം പ്രഹ്ലാദൻ എങ്ങനെ പറഞ്ഞു കൊടുത്തു. തൽസാധുമന്യേ സുരവര്യദേഹിനാം, പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാഠം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം അങ്ങനെ ചൊല്ലിക്കൊടുത്തു. തൽസാധുമന്യേ സുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാമസൽഗ്രഹാൽ
ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യത് ഹരിമാശ്രയേത. അച്ഛാ, നാമം ജപിക്കാത്ത ഗൃഹം എന്ന് പറഞ്ഞാൽ അത് പൊട്ട കിണർ പോലെയാണ്. നാമം ജപിച്ചിട്ടുണ്ടെങ്കിലേ ആ ഗൃഹം എന്താവുള്ളൂ? തപോവനം ആവുള്ളൂ. തപോവനം ആവണമെങ്കിൽ ഈശ്വര അനുഭൂതി ഉണ്ടാവണം. ഈശ്വരാനുഭൂതിക്കായി ശ്രമിക്കണം. അതിനായി നാമം ജപിക്കണം. അസുരവര്യ എന്നാണ് വിളിച്ചത്, അസുരന്മാരുടെ നേതാവേ എന്നൊക്കെയാണ് വിളിച്ചത്. അത് കേട്ടപ്പോൾ ആദ്യം ഹിരണ്യകശിപുവിന് ഒരു സന്തോഷമായി ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞപ്പോഴാണ് വിഷമായത്. ഭഗവാന്റെ നാമം ജപിക്കാത്ത വീട് എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണർ പോലെയാണ്. അങ്ങനെ ആവരുത്. ഈശ്വരോപാസനയിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കൂ, അതിനായിട്ട് ശ്രമിക്കൂ. ഇതാണ് ഹരിമാശ്രയേത, ഹരിയെ ആശ്രയിക്കൂ എന്ന് പറയുകയാണ്. അത് കേട്ടപ്പം ഈ ഗുരുക്കന്മാരോട് ചോദിച്ചു, ഇതാണോ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞത്? പോയി ശരിക്ക് പഠിപ്പിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഗുരുക്കന്മാർ പഠിപ്പിച്ചു. പലതരത്തിലുള്ള ഭീഷണികളൊക്കെ ചെയ്തു നോക്കി. കുറേ കളിയാക്കി പരിഹസിച്ചു. ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ, ദൈത്യന്മാരാകുന്ന ചന്ദനക്കാട്ടിൽ ജനിച്ച മുള്ളിൻ്റെ മരമാണ് നീ എന്നൊക്കെയാണ് പറഞ്ഞത്. ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത്. ദൈതേയ കണ്ടകവനെ ജാതോയം ചന്ദനദ്രുമ, ദൈത്യന്മാരാകുന്ന മുള്ളിൻ്റെ കാട്ടിൽപ്പെട്ട ചന്ദനമരമാണ് നീ എന്നാ പറയേണ്ടത്. അതിന് പകരം തല തിരിച്ചൊക്കെ പരിഹസിച്ചു നോക്കി. അവസാനം വീണ്ടും ഒരക്കൊല്ല പരീക്ഷയ്ക്കാവാനായി. പ്രഹ്ലാദനെ വിളിച്ചു. പ്രഹ്ലാദൻ അങ്ങനെ വന്നു. ഈ ഗുരുനാഥന്മാർ അമ്മയുടെ മുമ്പ് കൂടെയാണ് പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. കയാധു മകനോട് പറഞ്ഞു, മകനെ, അച്ഛനാണ് വലിയ ആൾ എന്ന് പറഞ്ഞേക്കൂ, അച്ഛന് സന്തോഷമായിക്കോട്ടെ, ഒന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഈശ്വരനൊക്കെ ആണെങ്കിലും അച്ഛനൊരു സന്തോഷമായിക്കോട്ടെ. അപ്പോൾ നോക്കൂ, ഗുരുനാഥന്മാർ ഈശ്വരനെ സേവിക്കേണ്ട എന്ന് പറഞ്ഞു, അച്ഛൻ ഈശ്വരനെ സേവിക്കേണ്ട എന്ന് പറഞ്ഞു, അമ്മ ഈശ്വരനെ സേവിക്കേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഹ്ലാദൻ ഈശ്വരനെ സേവിക്കാതിരുന്നോ? ഇരുന്നില്ല. ഈശ്വരനെ സേവിച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെന്നാണ്. ഈശ്വരനെ സേവിക്കേണ്ട, നമ്മുടെ സമ്പ്രദായങ്ങളൊന്നും ശരിയല്ല എന്ന് ഗുരുനാഥൻ പറഞ്ഞാൽ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? ഏത് വലിയ ഗുരുനാഥൻ പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. മാതാവ് പറഞ്ഞാൽ സ്വീകരിക്കേണ്ട എന്നുണ്ടോ ആ അഭിപ്രായം? ഈശ്വരനെ സേവിക്കേണ്ട എന്ന് അമ്മ പറഞ്ഞാലും അംഗീകരിക്കേണ്ട. ഭാഗവതം തെറ്റാണ് എന്ന് അച്ഛൻ പറഞ്ഞാൽ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. രാമായണം തെറ്റാണ് എന്ന് ഗുരുനാഥൻ പറഞ്ഞാൽ അംഗീകരിക്കണോ? വേണ്ട. ഗുരുത്തക്കേടുണ്ടാവുമോ? അതൊന്നുമില്ല. ഈശ്വരനെ സേവിക്കേണ്ട എന്ന് ആര് പറഞ്ഞാലും, നമ്മുടെ പൈതൃകം ശരിയല്ല എന്ന് ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കേണ്ട എന്നർത്ഥം. അതാണ് പ്രഹ്ലാദൻ പഠിപ്പിക്കുന്നത്. ഏതായാലും പ്രഹ്ലാദനെയും കൂട്ടി ആ ഗുരുനാഥന്മാർ ആ അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. അച്ഛൻ കേമായിട്ട് ഹിരണ്യകശിപു വളരെ ഭംഗിയായിട്ട് മടിയിലങ്ങനെ എടുത്തു വെച്ചു. വളരെ വളരെ സന്തോഷമുണ്ട് മടിയിലങ്ങനെ പ്രഹ്ലാദൻ ഇരുത്തിയ സമയത്ത്. ഗുരുവായൂർ കളഭൊക്കെ തൊട്ടാലേ അതുപോലൊരു സന്തോഷമുണ്ട്. കാരണം ഭഗവാൻ എപ്പോഴും ഇങ്ങനെ ആലിംഗനം ചെയ്തും കൊണ്ടിരിക്കുകയല്ലേ. ആ ഒരു സന്തോഷം, ആ ഒരു ഗുണം, സുഖം പ്രഹ്ലാദനെ മടിയിൽ വെച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഭക്തനാണല്ലോ. എന്നിട്ട് ചോദിച്ചു, ആദ്യം പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാഠഭാഗം എന്താണെന്നാണ് ചോദിച്ചത്. ഇനിയിപ്പോൾ ഗുരുനാഥന്മാരെന്തെങ്കിലും തെറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായിട്ട്, നോക്കാനായിട്ട് ചോദിച്ചു. നീ ഇപ്പോൾ നിന്നെ പഠിപ്പിച്ചതിൽ വെച്ചിട്ട് എന്തെല്ലാം ഏറ്റവും നല്ല പാഠഭാഗം എന്താണ്? പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചു. അന്നേരം നാരദൻ പഠിപ്പിച്ചതാണേ പ്രഹ്ലാദനെ. ചണ്ടാമർക്കന്മാർ പഠിപ്പിക്കുന്നതിന് മുമ്പ് പ്രഹ്ലാദനെ നാരദൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രഹ്ലാദൻ അവിടെ ഇങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. എന്താ പറഞ്ഞത്? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അച്ഛാ, ആദ്യം കേൾക്കുക വേണ്ടത്. ശ്രവണം, ആദ്യം കേൾക്കുക വേണ്ടത്. അപ്പം ഹിരണ്യകശിപുവിന് കേമായി, സന്തോഷമായി. എൻ്റെ കഥ ഇങ്ങനെ കേൾക്കണം എന്നാവും പറയുന്നുണ്ടാവുക. നന്നായി വിചാരിച്ചു. അത് കഴിഞ്ഞു കീർത്തനം, പിന്നെ കീർത്തിക്കുക വേണ്ടത് അച്ഛാ. അപ്പോൾ ഹിരണ്യഭാഗവതമൊക്കെ കീർത്തിക്കുക, അതാവും പറയുന്നുണ്ടാവുക. ഹിരണ്യഭാഗവതം ഉണ്ടല്ലോ, ഹിരണ്യൻ്റെ ആ കവിതകളൊക്കെ ഉണ്ട്, ഭജനുണ്ട്, അതൊക്കെ വായിക്കുക, കീർത്തിക്കുക, അതാവും പറയുന്നുണ്ടാവുക എന്നാണ് വിചാരിച്ചത്. പിന്നെയല്ലേ ശ്ലോകത്തിൻ്റെ ആ ഭാവം കണ്ട് മാറുന്നത്. വിഷ്ണോസ്മരണം, വിഷ്ണു ഭഗവാന്റെ കഥകൾ കേൾക്കുക, വിഷ്ണു ഭഗവാന്റെ കഥകൾ കീർത്തിക്കുക, വിഷ്ണു ഭഗവാന്റെ നാമങ്ങളെ കീർത്തിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുക. എന്താ ഈ ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കാണുന്ന പാദങ്ങളൊക്കെ ഈശ്വരൻ്റെ പാദങ്ങൾ തന്നെയാണ് അല്ലേ? സഹസ്രപാദ് എന്നാ പറയുക. സർവതപ്പാണിപാദം തൽ സർവതോക്ഷി ശിരോമുഖം. ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പാദങ്ങളും ഈശ്വരപാദങ്ങളാണ്. ആ ഭാവത്തിൽ എല്ലാവരെയും സേവിക്കുക.
ഇതുതന്നെയാണ് പാദസേവനം. സേവിക്കേണ്ടവരൊക്കെ ഈശ്വരബുദ്ധിയാ സേവിക്കുക. കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്നല്ല നമ്മുടെ ആശയം. കഷ്ടപ്പെടുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, രോഗാതുരന്മാരായ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് അങ്ങനെ പറയുന്നുണ്ടോ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ? സഹായിക്കാൻ നമ്മളാരാ? നമ്മളാരുമല്ല. എന്താ പറയുന്നത്? സേവിക്കുക എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഭഗവാനായി കണ്ടും കൊണ്ട് സേവിക്കുക. എനിക്ക് സേവിക്കാനുള്ളൊരവസരമാണ് ഈ ദരിദ്രൻ നൽകിയത് എന്ന ആ ഒരു ഭാവത്തിൽ സേവ ചെയ്യൂ എന്നുള്ളതാണ്. അതാ ഭാഗവത ധർമ്മം. പാദസേവനം, അർച്ചനം, ഭഗവാനെ അർച്ചിക്കുക. വന്ദനം, ഭഗവാനെ വന്ദിക്കുക. ക്ഷേത്രങ്ങളിലൊക്കെ വന്ദിക്കുക. ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ സമൂഹത്തെയും ഭഗവാനെ കാണാനായിട്ട് കഴിയുക, ശ്രമിക്കുക. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. ആ അമ്പലത്തിലും ഭഗവാനുണ്ട്. അതേ ആ ക്ഷേത്രത്തിലിരിക്കുന്ന, ശ്രീകോവിലിരിക്കുന്ന ഭഗവാൻ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്. പറയുന്നില്ലേ, തന്നമ്പലം തന്നെ പൊന്നമ്പലം. തൻ്റെ ഈ ഒരു അമ്പലം എന്താണ്? അതും പൊന്നമ്പലം തന്നെയാണ്. ഈ എല്ലാ അമ്പലങ്ങളിലുള്ളിലും, ശരീരമാകുന്ന അമ്പലത്തിലും ഭഗവാനുണ്ട് എന്ന ഭാവത്തിൽ വന്ദിക്കുക. മനസ്സുകൊണ്ട് വന്ദിച്ചാൽ മതി. അവിടെ കാണുന്നവരെ പോയിട്ട് ഇങ്ങനെ തൊഴണം എന്നല്ല പറഞ്ഞത്. മനസ്സൈതാനി ഭൂതാനി പ്രണമേൽ ബഹുമാനയൻ. മനസ്സുകൊണ്ട് ആ ഒരു വിനയം ഉണ്ടാവുക. അതാണ് വന്ദനം. അർച്ചനം, ഭക്തനം, ദാസ്യം, ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ഭാവം ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞാലോ, ദാസ്യം കഴിഞ്ഞാൽ, അപ്പം അങ്ങനെയല്ലേ, ദാസനായാൽ നമുക്ക് ഭഗവാങ്കലേക്ക് വേഗെത്താൻ കഴിയും. ഇപ്പോൾ രാഷ്ട്രപതിയുടെ ദാസനായ ഒരാൾക്ക്, രാഷ്ട്രപതിയുടെ കൂടെ നടക്കുന്നൊരു വ്യക്തിയെ വിചാരിച്ചോളൂ, അദ്ദേഹത്തിൻ്റെ ഗൃഹം അടിച്ചു വാരുന്ന ഒരു സ്ത്രീയാണെന്ന് കൂട്ടിക്കോളൂ. അവർക്ക് രാഷ്ട്രപതിയെ സമീപിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. രാഷ്ട്രപതി ഇരിക്കുന്ന ആ സ്ഥലത്തും അവിടെയൊക്കെ വന്ന് ആ റൂമിൻ്റെ ഉള്ളിലൊക്കെ അടിച്ചു വാരുന്നുണ്ടാവും, തുടയ്ക്കുന്നുണ്ടാവും, ഒന്ന് മാറി നിൽക്കൂ എന്നൊക്കെ പറയുന്നുണ്ടാവും. നമുക്ക് കഴിയുമോ രാഷ്ട്രപതിയിലെ ഭവനിലേക്ക് പോകാൻ? നമുക്ക് എളുപ്പമല്ല. എം പിയുടെ, എം എൽ എയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ്, അവരുടെയൊക്കെ അനുവാദമൊക്കെ വാങ്ങിയാലേ രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലൊക്കെ കയറാൻ കഴിയുള്ളൂ. എന്നാൽ അവിടെ അടിച്ചു വാരുന്നൊരു സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ ഗൃഹങ്ങളിലൊക്കെ നടക്കാനും അവരോട് ചിലപ്പോൾ സംസാരിക്കാനും കഴിയും, അല്ലേ? അപ്പോൾ ഭഗവാന്റെ ദാസനായാലോ ഭഗവാങ്കലേക്ക് വേഗം എടുക്കാൻ കഴിയും. നമ്മൾ രാമദാസനോ കൃഷ്ണദാസനോ ഒക്കെ ആയി മാറണം. അതാണ് ദാസ്യം എന്ന് പറഞ്ഞ അർത്ഥം. ഭഗവാങ്കലേക്ക് വേഗം എടുക്കാൻ കഴിയും. ദാസ്യം. കുറച്ച് കഴിഞ്ഞാലോ ആ ദാസ്യത്തിൽ നിന്നും ഉയരണം. സഖ്യം, സഖ്യത്തിലേക്ക് എത്തുക. ഭഗവാന്റെ സുഹൃത്താണ് ഞാൻ എന്നുള്ള ഭാവം വരിക. സൗഹൃദം. അതും കഴിഞ്ഞാലോ പിന്നെയും ഭക്തി മുന്നോട്ട് പോയാൽ, ഭഗവത്പാദ സ്നേഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുഹൃത്തുമല്ല. അപ്പോൾ സുഹൃത്താകുമ്പോൾ അന്യൻ ആണല്ലോ ഭഗവാൻ. കുറച്ച് കഴിഞ്ഞാൽ അന്യൻ ഇല്ലാത്തൊരവസ്ഥ വരും. താനും ഭഗവാനും ഒന്നായി മാറും. ആത്മനിവേദനം, തന്നെ ഭഗവാനായി സമർപ്പിക്കുക. അല്ലേ ആ ഒട്ടൂരിൻ്റെ കവിതയിൽ പറയുന്നത്? കണ്ണൻ്റെ പുണ്യ നാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ, കർണത്തിൽ കേട്ടു കോൾമയീർ കൊണ്ടു കണ്ണീരിലെങ്ങു മുങ്ങും ഞാൻ, കണ്ണീരിൽ മുങ്ങി ശുദ്ധനായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ, തന്നെത്താൻ പാടി മോദത്താൽ മണ്ണും വിണ്ണുമെന്നു മറക്കും ഞാൻ. ഇങ്ങനെ ആ സ്റ്റെപ്പായിട്ടുള്ള ആ ഭക്തിയെക്കുറിച്ച് ശ്രവണം, കീർത്തനം, ആദ്യതാ അതുപോലുള്ള ഭാഗവത വേദിയിലൊക്കെ വന്ന് ഇരിക്കുക വേണ്ടത്. അങ്ങനെ കുറേ ഭഗവത് കഥകൾ ഇങ്ങനെ കേൾക്കുക. കേട്ടാലാണ് നമ്മൾ ആലോചിക്കുക. എന്നാൽ ഭാഗവതം പുസ്തകം ഒന്ന് വാങ്ങിയാലോ? അങ്ങനെ ആലോചിച്ചു. ഭാഗവതം പുസ്തകം എവിടുന്നാ കിട്ടുക എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ദേവസ്വം ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഭാഗവതം പുസ്തകം കൊണ്ട് വാങ്ങി. പിന്നെയോ ഭാഗവതം അങ്ങനെ വായിക്കാൻ തുടങ്ങി. കീർത്തനം. ആ കീർത്തനത്തിലൂടെ ഭഗവത് സ്മരണയിലേക്കെത്തി. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ തന്നെ ആരാവുന്നു? ആചാര്യന്മാരാവുന്നു. ആചാര്യന്മാരാവുകയല്ല, പിന്നെയും മുന്നോട്ട് പോകുന്നു. ആചാര്യന്മാരായാലും പോരാ, അതിൽ നിന്ന് ഭക്തിയിലേക്ക് എത്തണം, പൂർണ്ണ ഭക്തിയിലേക്ക് എത്തണം. അങ്ങനെ ആ പാദസേവനത്തിലേക്കും അവസാനം വൈരാഗ്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് വൈരാഗ്യം വരുമൊന്നുമില്ല. മുടി കൊഴിയുന്നത് പോലെ വിരക്തി വരണം എന്നാണ്. ആദ്യം ഇങ്ങനെ മുടി പിടിച്ചു വലിച്ചാലോ നല്ല വേദനയാവും. കുറേ ഭാഗവതമൊക്കെ കേൾക്കുക, വായിക്കുകയൊക്കെ ചെയ്താൽ ഷഷ്ടിപൂർത്തിയൊക്കെ ആകുമ്പോഴേക്കും അല്ലെ ശതാഭിഷേകമൊക്കെ ആകുമ്പോഴേക്കും പൂർണ്ണ വിരക്തി വന്നാൽ മതി. എന്നാൽ തന്നെ ധാരാളമാണ്. അങ്ങനെ ഈ ജന്മം കൊണ്ട് തന്നെ അവസാനം എവിടേക്ക് എത്തുക? ആത്മനിവേദനം, തന്നെ ഭഗവാങ്കലേക്ക് ചേർക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. തന്നെയാണ് ജ്ഞാനം, സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഈ ആത്മനിവേദനം തന്നെയാണ്. ജ്ഞാനത്തിലെ സന്യാസവും ഭക്തിയോഗത്തിലെ ആത്മനിവേദനവും ഒക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ആ 9 പ്രകാരത്തിലുള്ള ആ ഭക്തി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഭക്തിയോഗമാണ് എളുപ്പം.
ജ്ഞാനയോഗത്തിന് എന്താ കുഴപ്പമെച്ചാൽ ഒഴിവാക്കാനാണ് പറയുന്നത്, എല്ലാം ഉപേക്ഷിക്കൂ എന്നാണ് പറയുക. ഭക്തിയോഗത്തിലോ ഒന്നും ഒഴിവാക്കണ്ട. വിവേകാനന്ദ സ്വാമികൾ പറയുന്നില്ലേ, എല്ലാറ്റിനെയും ഭഗവാനായി കാണണം, വൃത്തം ഒന്ന് വിസ്തീർണം കൂട്ടണം, അത്രയേ വേണ്ടൂ. വൃത്തത്തിൻ്റെ ആ ഇത് കൂട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ബന്ധുക്കളായിട്ട് ആദ്യം ആരെ കാണുക? ഭഗവാനായിട്ട് ബന്ധുക്കളെ കാണുക. അത് കഴിഞ്ഞ് ആ വൃത്തം ഇങ്ങനെ വർദ്ധിപ്പിക്കുക, എല്ലാറ്റിലും ഭഗവാനെ കാണാനുള്ള ആ ഒരു ഭാവം ഉണ്ടാവുക. അവസാനം വസുധൈവ കുടുംബകം എന്നുള്ളതിലേക്ക് ഉയരുക. ഇതാണ് ഭക്തിയോഗം. അതല്ലേ എളുപ്പം, കൂടുതൽ എളുപ്പം അതാണ്. അങ്ങനെ 9 പ്രകാരത്തിലുള്ള ആ ഭക്തിയെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇത് മുഴുവൻ കേൾക്കാനൊന്നും ഹിരണ്യകശിപു നിന്നില്ല. മടിയിലിരിക്കുന്ന പ്രഹ്ലാദനെ അങ്ങോട്ട് തട്ടി മാറ്റി. പ്രഹ്ലാദൻ മറഞ്ഞങ്ങനെ വീണു. പെട്ടെന്ന് ഭൂമിദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് പ്രഹ്ലാദനെ രക്ഷിച്ചു. എന്തായാലും ഇവൻ എൻ്റെ ശത്രുവാണ്, ഇവൻ്റെ ഇളയച്ഛനെയാണ് ഇവൻ കുറ്റം പറയുന്നത്, ഇവൻ എൻ്റെ ശത്രുവാണ്. അച്ഛൻ്റെ അനുജനെ കുറ്റം പറയുന്നവൻ ആരാണ്? കുലദ്രോഹി തന്നെയാണ്. അച്ഛൻ്റെ അനുജനെ കൊന്നവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ശരിയുള്ള കാര്യമാണോ? ഈ അസുരന്മാരെ മുഴുവൻ പറയിപ്പിക്കുന്നവനാണ്. ഏതെങ്കിലും പ്രകാരത്തിൽ ഹിരണ്യകശിപുവിനെ കൊല്ലണം എന്നങ്ങോട്ട് പ്രഹ്ലാദനെ കൊല്ലണം എന്നങ്ങോട്ട് തീരുമാനിച്ചു ഹിരണ്യകശിപു. സർവൈരുപായ അർഹന്തവ്യ, എല്ലാ ഉപായങ്ങളും അവിടെ പ്രയോഗിച്ചു നോക്കി. ആനകളെ കൊണ്ട് ചവിട്ടിക്കൊല്ലാനായിട്ട് നോക്കി. ഒരു മൈതാനത്തിൽ പ്രഹ്ലാദനെ ഇങ്ങനെ കടത്തി. ആനകൾ വന്ന് ചവിട്ടാൻ നോക്കി. ആനകൾക്ക് തോന്നി ഇത് സിംഹമാണ് കിടക്കുന്നതെന്ന് തോന്നി. ആനകൾ തിരിഞ്ഞു ഓടി എന്നാണ്. അതുപോലെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. വിഷം നല്ല പാല് പോലെയായി. അവസാനം ഒരു തരത്തിലും കൊല്ലാൻ കഴിഞ്ഞില്ല. അവസാനം ഹിരണ്യകശിപുവിൻ്റെ ഒരു സഹോദരിയുണ്ട്, അവളുടെ പേര് ഹോളിക എന്നാണ്. ഹോളികയുടെ മടിയിൽ പ്രഹ്ലാദനെ അങ്ങോട്ട് വെച്ചു. അതിന് തീയങ്ങോട്ട് കൊടുത്തു. ഹോളിക കത്തിപ്പോയി എന്നല്ലാതെ ഹോളികയ്ക്ക് തീ പിടിക്കില്ല. പക്ഷെ ഹോളിക കത്തിപ്പോയി എന്ന്. പ്രഹ്ലാദനോ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ വരുന്നു, ഒരു പ്രശ്നവുമില്ല. ആ ദിവസമാണ് ഹോളിയായിട്ടൊക്കെ ആഘോഷിക്കുന്നത് ഉത്തരഭാരതത്തിൽ. ഇങ്ങനെ പലതരത്തിലും പ്രഹ്ലാദനെ നശിപ്പിക്കാനായിട്ട് നോക്കി എന്ന് പറയാണ്. അവസാനം ആ ഒരു നിവൃത്തിയില്ല എന്ന് കണ്ട സമയത്ത് ആ ശുക്രാചാര്യർ വരുന്നവരെ കാത്തു നിൽക്കാം, എന്താ ചെയ്യേണ്ടത് നോക്കാം. ലോങ് ലീവൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വരുമല്ലോ, അതുവരെ കാത്തു നിൽക്കാമെന്ന് വിചാരിച്ച് അവിടെ ഒരു തൂണിൻ്റെ മുകളിൽ, ഒരു കുറ്റീൻ്റെ മുകളിൽ പ്രഹ്ലാദനെ ഇങ്ങോട്ട് കെട്ടിയിട്ടു. ഈ സമയത്ത് കുട്ടികൾ അങ്ങോട്ട് വന്നു, അസുരബാലന്മാരവിടെ ഉണ്ട്. അവർ വന്നു പ്രഹ്ലാദനോട് ചോദിച്ചു, അല്ല പ്രഹ്ലാദ, നീ എന്തിനാ ഈ ചെറുപ്പത്തിൽ തന്നെ ഭഗവാനെ സേവിക്കാനായിട്ടൊക്കെ മെനക്കെടുന്നു? പ്രായമായിട്ടൊക്കെ ഭഗവാനെ സേവിച്ചാൽ പോരെ? ഏതായാലും 10-20 കൊല്ലം കഴിഞ്ഞാൽ ഹിരണ്യകശിപു തട്ടിപ്പോവും, ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ നന്നായിട്ട് സേവിക്കാലോ. അതുവരെ എന്നാൽ ഭഗവാനെ സേവിക്കാണ്ട് ഇരുന്നൂടെ? മനസ്സിൽ വിചാരിച്ചാൽ പോരെ? പ്രായമായിട്ടൊക്കെ സേവിക്കടോ. കുട്ടികൾ തന്നെ, കൂട്ടുകാരനെ വന്നിട്ട് പറഞ്ഞു. അപ്പം പ്രഹ്ലാദൻ പറഞ്ഞു, കുട്ടികളെ അങ്ങനെയല്ല, ചെറുപ്പത്തിലേ ഭഗവാനെ സേവിക്കണം. ചെറുപ്പത്തിൽ എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അതാണ് ഏത് കാലത്തും നമ്മുടെ ഉള്ളിലുണ്ടാവുക. ഭഗവാന്റെ കഥ കേട്ടാൽ ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടാവും. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ യക്ഷീൻ്റെയും പ്രേതത്തിൻ്റെയൊക്കെ കഥ കേട്ടിട്ടാണ് രാത്രി 2 മണിക്കൊന്നും റോഡുമ്പിലൂടെ നടക്കാൻ കഴിയാത്തത്. കാരണം യക്ഷി പിടിക്കുമോ എന്നുള്ള പേടിയാണ്. കാരണം പണ്ടുള്ളവരോരോ യക്ഷിക്കഥകളൊക്കെ ആവും കേൾക്കുക. അപ്പം അതൊന്നുമല്ല കേൾക്കേണ്ടത്. എന്ത് കഥയാണ് കേൾക്കേണ്ടത്? ഭഗവാന്റെ കഥയാണ് കുട്ടിക്കാലത്തേ കേൾക്കേണ്ടത്. വയസ്സായ ഭഗവാനെ സേവിക്കാൻ കഴിയുന്ന എന്താ ഉറപ്പ്? ചെവി കേൾക്കുന്ന ഉറപ്പുണ്ടോ? അതും ഉറപ്പില്ല. അതുപോലെ കണ്ണ് കാണുന്ന ഉറപ്പുണ്ടോ? അതും ഉറപ്പില്ല. ഭാഗവതം വായിക്കാൻ വിചാരിച്ചു, ഇത്രയായിട്ടും എന്താ നഹ്യ അച്യുതം എന്നാണോ എന്താന്ന് മനസ്സിലാവില്ല. കണ്ണ് കാണാതെ ആയാൽ പ്രശ്നമാവും. അതുപോലെ ചെവി കേൾക്കുന്നില്ലെങ്കിലോ പിന്നെ ഭാഗവതം കേട്ടാൽ മനസ്സിലാവുമോ? മനസ്സിലാവില്ല. അതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ കൗമാര ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തതപ്യധ്രുവമർത്ഥദം. ഈ മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമാണ്. കിട്ടിയാൽ എത്ര കാലം ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഒരുറപ്പുമില്ല. ഇപ്പം കിട്ടിയ ഈ സമയത്ത് നല്ലതുപോലെ ഭഗവാനെ ഉപാസിക്കൂ, അതാണ് വേണ്ടത്. അദ്ദേഹം പറയുന്നില്ലേ, ഭർതൃഹരി പറയുന്നില്ലേ, യാവൽ സ്വസ്ഥമിതം ശരീരമരുജം യാവൽ ജരാദൂരതോ, ജരാനരകളൊക്കെ ദൂരെ നിൽക്കുന്ന സമയത്ത്, യാവശ്ചേന്ദ്രിയ ശക്തിരപ്രതിഹത യാവത് ക്ഷയോ നായുഷ, ആയുസ് ക്ഷയിക്കാതിരിക്കുന്ന കാലത്ത് ആത്മശ്രേയസി താവദേവ, ആത്മശ്രേയസിനായി പരിശ്രമിക്കൂ. സന്ദീപ്തേ ഭവനേ തു കൂപഖനന പ്രത്യുദ്യമക്കീദൃശ. സന്ദീപ്തേ ഭവനേ, നമ്മുടെ വീടിങ്ങനെ ദഹിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് കിണർ കുഴിക്കാൻ പുറപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഈ കിണർ കുഴിച്ചിട്ട് വെള്ളം കണ്ടിട്ട് വേണം തീ കെടുത്താൻ. വെള്ളം അവിടുന്ന് എടുക്കണം വെച്ചാലോ എന്താ കാര്യമുള്ളത്? ഒരു കാര്യവുമില്ല. എത്ര വയസ്സായി? ഇപ്പോൾ 90 വയസ്സായി. എന്താ പരിപാടി? ഹിന്ദുമതം നന്നാക്കാൻ നോക്കുക. എത്ര വയസ്സ്? 90 വയസ്സ്.
90 വയസ്സിൽ അവനവനൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് ഹിന്ദുമതം നേരെയാക്കാൻ പുറപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഈ ഹൈന്ദവീയമായ ആശയങ്ങളൊക്കെ എപ്പോഴാണ് പഠിക്കേണ്ടത്? കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലാക്കണം. നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും നമ്മുടെ ഭാഗവതത്തെക്കുറിച്ചും നമ്മുടെ സ്വത്വത്തെക്കുറിച്ചൊക്കെ മനസ്സിലാവാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ വഴിതെറ്റിപ്പോകുന്നത്. വേറെ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. മറ്റുള്ളവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചും അവരുടെ ആശയങ്ങളെക്കുറിച്ചൊക്കെ കുട്ടിക്കാലത്തിനെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളോടോ ഗീത എന്ന് പറഞ്ഞാലോ അത് അയലത്തെ ഗീതയല്ലേ, ഗീതയെടുത്തിയല്ലേ ചോദിക്കും. ആ ഗീതയെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. ഭഗവത്ഗീത കേൾക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലാക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് അവരുടെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് നന്നായിട്ട് ധാരണ ഉണ്ട്. ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ടായി. ഇതുപോലുള്ള സത്രങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടും ഭാഗവത യജ്ഞങ്ങൾ ധാരാളം നടക്കുന്നത് കൊണ്ടും അനവധി മഹാത്മാക്കളായ ആചാര്യന്മാരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുമൊക്കെ പല മാറ്റങ്ങളും ഇന്ന് സംഭവിക്കുന്നുണ്ട്. പണ്ടങ്ങനെ ആയിരുന്നില്ല. അവരിടക്കാലത്ത് നമുക്ക് ചില ക്ഷയങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഇന്നത് മാറ്റം വന്നു. എന്നാലും അതങ്ങോട്ട് പൂർണ്ണ തോതിലേക്ക് എത്തുക വേണ്ടത്. അതിനുള്ള ശ്രമമാണല്ലോ അപ്പോൾ ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം കൗമാര ആചരേൽ പ്രാജ്ഞോ, കുട്ടിക്കാലത്ത് തന്നെ ഭഗവാന്റെ കഥകളൊക്കെ മനസ്സിലാക്കൂ എന്ന് പറയാണ്. പുംസോ വർഷശതം ഹ്യായു തദർത്ഥം വാചിതാത്മന നിഷ്ഫലം യദസൗ രാത്രിയാം ശേതേ അന്ധം പ്രാപിതസ്തമ. ആ അനവധി കാലം ആയസ്സുണ്ടെങ്കിൽ, 100 കൊല്ലം ആയസ്സുണ്ടെങ്കിൽ തന്നെ അതിൽ 50 കൊല്ലം നമ്മൾ ഉറങ്ങിക്കൊണ്ട് പോയി, രാത്രിയായിട്ട് പോയില്ലേ. 20 കൊല്ലം ബാലകനായിട്ടും പോയി, 20 കൊല്ലം വൃദ്ധനായിട്ടും പോയി. 100 കൊല്ലം ആയസ്സുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവിക്കുന്നത് എത്ര കൊല്ലാണ്? കാര്യമായി ജീവിക്കുന്നത് 10 കൊല്ലാണ്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും നടക്കാത്ത ഓരോ ആഗ്രഹങ്ങളുടെ വഴിയേ പോകുന്നു. കുഞ്ചൻ നമ്പ്യാർ പറയുന്നില്ലേ, തുപ്പലിറക്കി നടക്കുന്നവൻ ഒരു കപ്പലു കടലിലിറക്കാൻ മോഹം ആണ്. തുപ്പലിറക്കി നടക്കാൻ മാത്രമേ വയ്ക്കൂ. എന്താ മോഹം? കപ്പലു കടലിലിറക്കാൻ മോഹം. ഇങ്ങനെയുള്ള ഓരോരോ മോഹങ്ങളായി ദുരാപൂരേണ കാമേന മോഹേന ച ബലീയസാം. ആവേണ്ടതിന് പകരം നമ്മൾ ആരാവുന്നു? കുടുംബരാമന്മാരായിട്ട് അങ്ങനെ നടക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും മാത്രം മതി, മറ്റൊന്നും വേണ്ട, വേറെ ആരും വേണമെന്നില്ല. ഇങ്ങനൊരു ചിന്തയോടുകൂടി പോകുന്നു. അതല്ല വേണ്ടത്. ഭഗവത് സ്മരണയാണ് ഉണ്ടാവേണ്ടത്. ഭഗവാനെ ചിന്തിക്കാൻ ഒരു പ്രയാസവുമില്ല. ഭഗവാൻ എല്ലാവരിലും ഒരുപോലെ വർത്തിക്കുന്ന ശക്തിയാണ്. എന്തേ വേണ്ടു? തസ്മാൽ സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം. എല്ലാ ചരാചരങ്ങളോടും എന്തുണ്ടാവുക? ദയാം കുരുത, ദയ ഉണ്ടാവുക, സൗഹൃദം ഉണ്ടാവുക. ആസുരം ഭാവമുന്മുച്യ, ആസുരഭാവം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, കോന്യോസ്തി സദൃശോമയ, എനിക്ക് തുല്യനായിട്ട് ആരാളുള്ളത്? ദംഭോ ദർപ്പോഭിമാനശ്ച, ദംഭം ദർപ്പം അഭിമാനം, ക്രോധപാരുഷ്യമേവച, അകാരണമായ ക്രോധം, പരുഷമായ പെരുമാറ്റം, ഇതൊക്കെയാണ് ആസുരികത എന്ന് പറഞ്ഞാൽ. ഈ ആസുരികതയൊക്കെ പോവുക, സകലരോടും ദയ ഉണ്ടാവുക, സൗഹൃദം ഉണ്ടാവുക. ദയാഭൂതേഷലോലുപ്ത്വം മാർദ്ദവം ഹ്രീരചാപലം ഒക്കെ ഗീതയിൽ ദേവഗുണത്തെക്കുറിച്ച് പറയും. ദയ ഉണ്ടാവുക, അതുപോലെ മൃദുവായ പെരുമാറ്റം ഉണ്ടാവുക, സകല ചരാചരങ്ങളിലും ഈശ്വരൻ ഉണ്ടാകുന്നുള്ള വിചാരം ഉണ്ടാവുക, അഹിംസ, സത്യം, അക്രോധം, അഹിംസ ഉണ്ടാവുക, സത്യബുദ്ധി ഉണ്ടാവുക, സത്യം സംസാരിക്കുക, അക്രോധം, ക്രോധമില്ലാതിരിക്കുക. ഇതൊക്കെയായ നമ്മളാരായി? നമ്മളും ദേവൻ തന്നെയായി. അതെ, അസുരൻ എന്ന് കേൾക്കുമ്പോഴേക്ക് അസുരൻ്റെ മക്കളൊക്കെ അസുരന്മാരാണ്, ദേവന്മാരുടെ മക്കളൊക്കെ ദേവന്മാരാണ്, അങ്ങനെ പറയുന്നില്ല. നമ്മളിലും മനുഷ്യന്മാരിലും ആരുണ്ടാവും? ദേവനും ഉണ്ടാവും, അസുരനും ഉണ്ടാവും, രാക്ഷസനും ഉണ്ടാവും, ഒക്കെ നമ്മളിലും ഉണ്ട്. നമ്മുടെ സ്വഭാവം നന്നായാൽ നമ്മൾ ആരാവുന്നു? ദേവനാവുന്നു. അത്രയേ വേണ്ടൂ. ആസുരം ഭാവമുന്മുച്യ, ആസുരികമായ ആ ഭാവത്തെ നീക്കി സകല ചരാചരങ്ങളോടും ദയ ഉണ്ടാവട്ടെ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചോദിച്ചു, നിനക്കിതൊക്കെ ആരാ പറഞ്ഞു തന്നത്? അപ്പം നാരദൻ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. നാരദനോ? നാരദൻ ഇവിടെ വന്നിട്ട് എന്നാ സ്പെഷ്യൽ ക്ലാസ് എടുത്തത്? ഇവിടെ വന്ന് ക്ലാസ് എടുത്തതല്ല. ഞാൻ അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് എന്നെ ഇന്ദ്രൻ തട്ടിക്കൊണ്ടുപോയി. ഒരു ഹിരണ്യകശിപുവിനെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയതാണ്. ഇനിയിപ്പോൾ ഒരു ചോട്ടാ ഹിരണ്യകശിപും കൂടി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നാരദൻ കണ്ടു. നാരദൻ കണ്ടിട്ട് ചോദിച്ചു, ഇതാരാ? ഇത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ. അല്ല, ഹിരണ്യകശിപുവിൻ്റെ ഭാര്യൻ്റെ തൻ്റെ കൂടെ? അപ്പം നാരദൻ ചോദിച്ചതല്ലേ, ഒന്നും പറയാനും കഴിയില്ല. അവസാനം പറഞ്ഞു, ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണ്ട, അതിന് അമ്മയെ കൊല്ലുക അത് വേണ്ട. മാതൃവൽ പരതാരേഷു, അന്യ സ്ത്രീകളെ എങ്ങനെ കാണണം? അമ്മയെ പോലെ കാണാനേ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പം
ഇന്ദ്രൻ എന്ത് ചെയ്തു? നാരദൻ്റെ അടുത്ത് കയാധൂനിയാക്കി അവിടുന്ന് പോയി. നാരദൻ കുടുങ്ങിപ്പോയി. കാരണം വീണ, അതുപോലെ ഗോപിക്കുറി, നാരായണനാമം, അതിൻ്റെ കൂടെ ഗർഭിണിയായൊരു സ്ത്രീയും. വലിയ ബുദ്ധിമുട്ടായി. ആരാതെന്ന് ചോദിക്കാൻ തുടങ്ങി. നാരദൻ നേവരെ ആശ്രമം ഉണ്ടാക്കിയില്ല. ഈ കയാധുവിനെ രക്ഷിക്കാൻ വേണ്ടി നാരദൻ എന്ത് ചെയ്തു? ഒരാശ്രമം ഉണ്ടാക്കി. ആശ്രമത്തിൽ താമസിപ്പിച്ചു. അവിടെ വെച്ചിട്ട് ഈ കുട്ടിക്ക് നേരെയാവണം. നാരദൻ പണ്ട് ധ്രുവനെ കണ്ടുണ്ടായിരുന്നു. ധ്രുവനെ 5-ാമത്തെ വയസ്സിലേ കിട്ടിയിട്ടുള്ളൂ. അതിന് മുമ്പ് തനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 36,000 കൊല്ലം കഴിഞ്ഞിട്ടേ ധ്രുവന് ഭഗവാങ്കലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ജനിക്കുമ്പോഴേ തന്നെ ഭഗവത് സ്വരൂപത്തിൽ ഉറയ്ക്കുന്നൊരു കുട്ടിയെ കിട്ടുമോ? അതാണ് നാരദൻ ആലോചിച്ചത്. അപ്പം ഗർഭത്തിലിരിക്കുന്നൊരു കുട്ടിയെ കണ്ടു. ആ കുട്ടിക്കായിട്ട്, അതും അസുരൻ്റെ മകനാണ്, അവന് 4 ധർമ്മസൂത്രങ്ങൾ മുഴുവൻ ഭക്തിസൂത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ധർമ്മസ്യ തത്വം ജ്ഞാനം ജ, ധർമ്മത്തിൻ്റെ, ഭാഗവത ധർമ്മത്തിൻ്റെ തത്വവും ഉപനിഷത്തിൻ്റെ സാരവും ഭക്തിസൂത്രത്തിൻ്റെ മഹിമയുമൊക്കെ ഈ കുട്ടിയെ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അവിടെ പറയാണ്, മാം അപ്യുദ്ദിശ്യ നിർമ്മലം, എനിക്കായി നിർമ്മലമായ ഈ ജ്ഞാനത്തെ മുഴുവൻ നാരദൻ പറഞ്ഞു തന്നു എന്ന് പറയാണ്. അങ്ങോട്ടാണ് എനിക്ക് ഒരു ബുദ്ധി ഉണ്ടായത് എന്ന് ഇവിടെ പറഞ്ഞു കൊടുത്തു, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ ആ ഭഗവാനിൽ മനസ്സിന് ഉറപ്പിക്കൂ. അപ്പം കുട്ടികൾ ചോദിച്ചു, അതല്ല ബ്രാഹ്മണരൊക്കെ ആവണ്ടേ ഭഗവാനെ സേവിക്കാൻ? അങ്ങനെയൊന്നുമില്ല. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ ന ജാതിർന തപോ യസ്യ ന ശൗചം ന വ്രതാദയ ന ദാനം ന തപോ നേജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ അമലയാ ഭക്തിയാ ഹരിരന്യത് വിഡംബനം. ഭഗവാൻ എന്തേ നോക്കുന്നുള്ളൂ? മാലിന്യമില്ലാത്ത ഭക്തി ഉണ്ടോ അത് മാത്രമേ ഭഗവാൻ ശ്രദ്ധിക്കുന്നുള്ളൂ, വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ആർക്കും ഭഗവാൻ ഭക്തി കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും മുക്തി കൊടുത്തിട്ടുണ്ട്. സ്ത്രീയ ശൂദ്ര വ്രജൗകസ, സ്ത്രീകളും അതുപോലെ ശൂദ്രവിഭാഗത്തിൽപ്പെട്ടവരും ദൈത്യന്മാരും ഭക്തിയോഗത്തിലൂടെ പോയിട്ട് അവർക്കൊക്കെ മോക്ഷത്തിലേക്ക് എത്താനായി സാധിച്ചിട്ടുണ്ട്. അന്ത്യജാഹ, അന്ത്യജന്മാർക്കും എല്ലാവർക്കും മുക്തിയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. യാതൊരു വ്യത്യാസവുമില്ല. ഭഗവത് ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അപിജേൽ സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ്, എന്നെ അനന്യമായി ഭക്തിയോഗത്തോടുകൂടി ആരാധിക്കുന്നുണ്ടെങ്കിൽ ഏത് ജാതി ഏത് വർഗം അതൊന്നും ഒരു വിഷയമേ അല്ല, അപ്രസക്തമാവുന്നു. അനന്യമായ ആ ഭക്തിയോഗത്തിലൂടെ എല്ലാവർക്കും ഭഗവത് സ്വരൂപത്തിലേക്ക് ലയിക്കാനായി സാധിക്കുന്നു. ഈ ഒരു ഭാഗവത ധർമ്മത്തിൻ്റെ ആ സർവാശ്ലേഷിയായ ആ സന്ദേശം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ സന്ദേശം ഇവിടെ പ്രഹ്ലാദൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതങ്ങോട്ട് കേട്ടതോടുകൂടി ഈ കുട്ടികൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അവരാ നാമം അങ്ങനെ ജപിക്കാൻ തുടങ്ങി. ആ നാമം ഹിരണ്യകശിപു അങ്ങനെ കേട്ടു. എന്ത് ഈ വിദ്യാലയമൊക്കെ കൂടി ഇപ്പം എന്തായി മാറിയിട്ടുണ്ട്? ആരും നാമം ജപിക്കരുതെന്ന് പറഞ്ഞ ഈ കൊട്ടാരത്തിൽ, ഈ സ്ഥലത്ത് ഇപ്പം ഭജന മന്ദിരമായി മാറിയിട്ടുണ്ട് കൊട്ടാരം മുഴുവൻ. ഒരു കുട്ടിയൊന്നല്ല, എല്ലാ കുട്ടികളും ഭഗവാനെ വിളിക്കുകയാണ്, ഭഗവാന്റെ നാമം ജപിക്കുകയാണ്. ആദ്യം ഒരുത്തനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരെയും മനം മാറ്റിയല്ലോ, മതം മാറ്റിയല്ലോ, ആ ഒരു ചിന്തയായി ഹിരണ്യകശിപുവിന്. ക്രുദ്ധനായിട്ട് ഹിരണ്യകശിപു ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകര അഥമ, വിനയല്ലാത്തവനെ, മന്ദബുദ്ധി, നിനക്കാരാ പിൻബലം? എൻ്റെ വാക്കിനെ ധിക്കരിക്കാൻ നിനക്കാരാ പിൻബലം? പ്രഹ്ലാദനൊരു മടിയുണ്ടായില്ല പറയാൻ. ബലം മേ വൈകുണ്ഠ, എനിക്കും അതെ അങ്ങേക്കും അതെ, ഈ സർവചരാചരങ്ങൾക്കും പിൻബലമായിരിക്കുന്നത് ആദിനാരായണനായ ആ ഭഗവാനാണ് എന്നങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിനാണ് ദേഷ്യം വന്നു. എല്ലായിടത്തും ഉണ്ടോ നിൻ്റെ മഹാവിഷ്ണു? എല്ലായിടത്തും ഉണ്ട് വിഷ്ണു. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമപ്യുത, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്. ഈ പ്രപഞ്ചം മുഴുവൻ വിഷ്ണുവാണ്, വിഷ്ണുവല്ലാതെ മറ്റൊന്നില്ല എന്നങ്ങോട്ട് പറഞ്ഞു. എല്ലായിടത്തും വിഷ്ണു ഉണ്ട്. അപ്പോൾ അവിടെ ഒരു തൂണുണ്ട്. ആ തൂണിനെ നോക്കിക്കൊണ്ട് ഹിരണ്യകശിപു ചോദിച്ചു, ഈ തൂണിൻ്റെ മുകളിലുണ്ടോ വിഷ്ണു? പ്രഹ്ലാദൻ അങ്ങനെ നോക്കിയ സമയത്ത് ചെറിയൊരു കുട്ടി നരസിംഹം അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പറയടാ, ഞാൻ ഇന്ന് രാവിലെ വന്നിരിക്കുകയാണ്, ഈ ഒരു സന്ദർഭാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യതേ, കാണുന്നു എന്നങ്ങോട്ട് പറഞ്ഞു. എന്നാൽ എല്ലായിടത്തും വിഷ്ണു ഉണ്ടോ എന്ന് നോക്കണമല്ലോ, എന്നാൽ ആ വിഷ്ണുവിനെ നശിപ്പിച്ചിട്ട് വേണം ഇവനെ കൊല്ലാൻ. അതാണ് ഹിരണ്യകശിപു തീരുമാനിച്ചത്. നേരെ ആ തൂണിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഖഡ്ഗം പ്രഗൃഹ്യോൽപതിതോ വരാസനാൽ സ്തംഭം തദാടാതിബലസ്വമുഷ്ടിന
തൻ്റെ കൈകൊണ്ടാഞ്ഞോങ്ങി ഒരൊറ്റ വെട്ടങ്ങട് കൊടുത്തു എന്ന് പറയാണ്. പിന്നെന്താ സംഭവിച്ചതെന്ന് പറയാൻ മേൽപ്പത്തൂർ പറയുന്നുണ്ട്. എനിക്ക് സാധിക്കുന്നില്ല ഭഗവാനെ, ഞാൻ ഇന്നിതാ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ശക്തി എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് മേൽപ്പത്തൂർ പോവുകയാണ്. പിറ്റേ ദിവസമാണ് അടുത്ത ദശകം എഴുതുന്നത്. ഭഗവാൻ പറഞ്ഞു എഴുതിക്കോളൂ എന്ന് ഭഗവാൻ പറയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ മേൽപ്പത്തൂർ ഗുരുവായൂരമ്പലത്തിന് മുമ്പിൽ ആ എഴുതുന്ന സ്ഥലം അറിയാലോ, എഴുതിയ സ്ഥലം, അവിടെ ഇരുന്ന് നോക്കുമ്പം ഉണ്ണിക്കണ്ണനായിട്ടോ വേണുഗോപാലനായിട്ടോ ഒന്നല്ല ഭഗവാനെ കണ്ടത്, നരസിംഹമൂർത്തിയായിട്ടാണ് കണ്ടത്. എന്താ ആ തൂണിലങ്ങോട്ട് വെട്ടി ഹിരണ്യകശിപു. പിന്നൊന്നും പറയണ്ട. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാ ഭൂദ്രവാ. ഹിരണ്യകശിപുവിൻ്റെ ആ കർണഭേരി പൊട്ടി തകരുന്ന തരത്തിൽ അതിഭയാനകമായ ഒരു അട്ടഹാസം അവിടുന്ന് അങ്ങനെ ഉണ്ടായി എന്ന് പറയാണ്. ഒരു 10,000 ഇടിയൊക്കെ ഒന്നിച്ച് വെട്ടിയാലേ അതുപോലുള്ള അതിഭയാനകമായ ഒരു അട്ടഹാസം. ഭൂപ്രഭുജംഗ പ്രഖര ഖര ഖര പ്രജ്വലജ്വാലമാലാം ഖർച്ചർച്ചം ഖർച്ച ഖർച്ചം ഖഗ ഖഗ ഖഗനം ഖദ്രമുദ്രജയന്തം ഭൂഭാഗം ഭൂരിഭാഗം ഖര ഖര ഖരണം ഖദ്രമുദ്രത്യ പീഠം പുച്ഛം പൃച്ഛന്തു യച്ഛ തുഹിന കര കര പാതുമാം നാരസിംഹ. ആ ഒരൊറ്റ അട്ടഹാസം കൊണ്ട് തന്നെ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളൊക്കെ ഊഞ്ഞാലാടും പോലെ അങ്ങനെ ആടാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. എന്താ ആ ശബ്ദം? അത് ഭൂമി മുഴുവൻ അങ്ങോട്ട് വ്യാപിച്ചു. അതേ ശബ്ദം താഴേക്ക് അതലം വിതലം സുതലം തലാതലം രസാതലം പാതാളം. അതേ ശബ്ദം മുകളിലേക്ക് ഭുവർലോകം മഹർലോകം ജനർലോകം സത്യലോകം. സത്യലോകത്തിൽ ബ്രഹ്മാവിനെ പോലും ഒന്ന് ഞെട്ടിച്ചു ഭഗവാൻ. കാരണം ഇങ്ങനത്തെ ഓരോരോ വരം കൊടുത്താൽ പ്രശ്നമാവും ബ്രഹ്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവടക്കം ആ ശബ്ദം കാരണം അവിടുന്ന് അങ്ങോട്ട് തെറിച്ച് വീണുപോയി എന്ന് പറയാണ്. ഹിരണ്യകശിപു ആയതുകൊണ്ടാണ് അവിടെ നിന്നത്. കുറച്ചങ്ങനെ കഴിഞ്ഞു. സ്തംഭസ്യ മധ്യാതനു നിർജിഹാനം നായം മൃഗോ നാപി നരോ വിചിത്രം അഹോ കിമേതൽ നിർവൃകേന്ദ്ര രൂപം. ആ തൂണിൻ്റെ ഉള്ളിൽ നിന്നൊരു രൂപം അങ്ങനെ പുറമേക്ക് അങ്ങനെ വരുന്നുണ്ട്. ആകണ്ഠം നരാകാരം അപ്പുറം സിംഹാകാരം. കഴുത്ത് വര മനുഷ്യനും മുകളിലേക്ക് സിംഹവുമായും കൊണ്ടൊരു രൂപം. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യത അത്യത്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാനുഷം. തൻ്റെ ഭൃത്യൻ്റെ ആ വാക്കിനെ സത്യമാക്കുന്നതിനായി സകല ചരാചരങ്ങളിലും ഈശ്വരമഹിമ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈശ്വരശക്തി, ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന ആ വാക്യത്തെ സത്യമാക്കുന്നതിനായി. സാധാരണ കൃഷ്ണാവതാരം പോലും എന്താ പറഞ്ഞത്? തം അത്ഭുതം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തം അത്ഭുതം ബാലകം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയോ എന്താ പ്രയോഗിച്ചത്? അത്യത്ഭുത രൂപമുദ്വഹൻ. അത്യത്ഭുതം എന്നാ പ്രയോഗിച്ചത്. അല്ലാണ്ട് എന്താ പറയുക? അത്യത്ഭുതമായ രൂപത്തോടുകൂടി ഭഗവാനതാ ആ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് നീ പറയാൻ പോകുന്നുണ്ടല്ലോ ഭഗവത്ഗീതയിൽ, നമേ ഭക്തപ്രണശ്യതി, എൻ്റെ ഭക്തന് നാശമില്ല എന്നൊക്കെ പറയാൻ പോകുന്നുണ്ട്. ആ വാക്യത്തെയൊക്കെ സത്യമാക്കാനായി ഭഗവാനതാ അവിടുന്ന് ആ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് പുറമേക്ക് ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വന്നു എന്ന് പറയാണ്. എന്താ കഥ? തപ്തസ്വർണ സവർണ ഘൂർണദധിരൂക്ഷാക്ഷം സടാകേസര പ്രോൽക്കംബ പ്രതികുംബിതാംബരമഹോ ജീയാത്തവേദം വപു വ്യാപ്തവ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോൽഗ്രവൽഗൻ മഹാജിഹ്വ നിർഗത ദൃശ്യമാനസു മഹാ ദംഷ്ട്രായുഗോഡ്ഡാമരം. ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ 3 തവണയാണ് മഹാ എന്ന് പ്രയോഗിച്ചത്. പദകുബേരനായ മേൽപ്പത്തൂരിന് മഹാന്ന് 3 പ്രാവശ്യം പ്രയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇതല്ലാണ്ട് എന്താ പ്രയോഗിക്കുക? തപ്തസ്വർണ സവർണ ഘൂർണദധിരൂക്ഷാക്ഷം, നല്ല ചുട്ടുപഴുത്ത ഉരുക്കിയ സ്വർണം പോലെ തിളങ്ങുന്നതായ കണ്ണുകൾ. സടാകേസര പ്രോൽക്കംബ പ്രതികുംബിതാംബരമഹോ, ജടകളും അതുപോലെ കുഞ്ചിരോമങ്ങളും കൊണ്ടൊക്കെ ആകാശം അങ്ങനെ മൂടിപ്പോവാണ്. ജീയാത്തവേദം വപു വ്യാപ്തവ്യാപ്ത മഹാദരീ സഖമുഖം, വലിയ ഗുഹ പോലുള്ളതായ വായ, കഠാരം പോലുള്ളതായ ദംഷ്ട്രപ്പല്ലുകൾ. വ്യാപ്തവ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോൽഗ്രവൽഗൻ മഹാജിഹ്വ
നിർഗത ദൃശ്യമാന സുബഹാദംഷ്ട്രായുഗോഡ്ഡാമരം ഉത്സർപ്പത് വലിഭംഗ ഭീഷണഹനു. മുകളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഞൊറിഞ്ഞും കൊണ്ട് നിൽക്കുന്നതായ ആ താടിയെല്ലുകൾ. ഉത്സർപ്പത് വലിഭംഗ ഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം. നീളം കുറഞ്ഞ നല്ല തടി കൂടുതലായ നന്നായി തടിച്ചും കൊണ്ടുള്ളതായ കരിമ്പന പോലുള്ളതായ കഴുത്ത്. ഉത്സർപ്പത് വലിഭംഗ ഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം പീവരദോഹോ ശതോൽഗത നഖക്രൂരാംശുദൂരോൽബണം. ആയിരക്കണക്കിന് കൈകൾ, ഓരോ കൈകളുടെയും അറ്റത്തായി ശക്തമായ ആ തൊട്ടാൽ അറ്റുപോകുന്ന തരത്തിലുള്ളതായ നഖായുധങ്ങൾ. നഖം വ്യോമോല്ലംഘി ഖനാഖനോപമഖനപ്രധ്വാന നിർദ്ധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തം നാരസിംഹം മപൂ. ആകാശത്തിലുള്ള ഇടിവട്ടൊന്നും സാരല്ല, 10,000 ഇടിവട്ട് വന്നാൽ പോലും ഭഗവാന്റെ അട്ടഹാസത്തിലേക്ക് എത്തില്ല. അങ്ങനെയുള്ളതായ അട്ടഹാസത്തോടു കൂടിയ ദുർജടിം ലോകൈകനാഥം നരസിംഹം ആർജവ വീര്യ പരാക്രമവാരിധിം. എന്താ ആ സ്വരൂപം? അങ്ങനെയുള്ളതായ ആ രൂപത്തെ എങ്ങനെ കണ്ടു എന്ന് പറയാണ്. ശരിക്കും വിഷ്ണു ഭഗവാൻ ഇതാണ് എന്ന് ഹിരണ്യകശിപു ആയതുകൊണ്ടാണ് അവിടെ നിന്നത് തന്നെ. നൂനം വിഷ്ണു നിഹന്യമുമിതി, ഇവനാണ് വിഷ്ണു, എൻ്റെ അനുജനെ കൊന്നവനാണ് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് വാളും പരിചയമൊക്കെ എടുത്തും കൊണ്ട് വന്നു. ഒന്നും കൂടി ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ഭഗവാൻ. ഭഗവാന്റെ ദ്വാസ്തനാണല്ലോ, ആ ഭാവത്തിലാണ് ഭഗവാൻ ആലിംഗനം ചെയ്തത്. നേരത്തേക്കാൾ ഗംഭീരമായിട്ടൊരു അട്ടഹാസവും കൂടിയും ചെയ്തു. അതോടുകൂടി കഴിഞ്ഞു. നിമീലിതാക്ഷം ജഗൃഹേ മഹാജവ. കണ്ണ് ചിമ്മിപ്പോയി എന്നാണ്. പിന്നൊക്കെ ഭഗവാൻ ഒരു കലാപരിപാടി പോലെ ചെയ്തു എന്നേ ഉള്ളൂ. നേരെ അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് കൊണ്ടുപോയി, അകത്തുമല്ല പുറത്തുമല്ല ആ പടിയിൽ അങ്ങോട്ട് ഇരുന്നു. ജീവുള്ളതുമല്ല ജീവല്ലാത്തതും അതല്ല. നഖത്തിന് ജീവുണ്ട് എന്നും പറയാം, ജീവല്ല എന്നും പറയാം. നേരെ അങ്ങോട്ട് താഴ്ത്തി അങ്ങോട്ട് കൊണ്ടുപോയി ആ ഹൃദയം തന്നെ അങ്ങോട്ട് ഭഗവാൻ എടുത്തു. ബാക്കിയുള്ള രക്തം മുഴുവൻ അങ്ങോട്ട് കുടിക്കുകയും ചെയ്തു. ഒരമണിക്കൂർ കൊണ്ട് തന്നെ ഹിരണ്യകശിപു എന്തായി? അരമണിക്കൂറൊന്നും വേണ്ടി വന്നില്ല. ഈ ഒരു ഭാഗം പറയുന്ന സമയം കൊണ്ട് തന്നെ ഹിരണ്യകശിപുവിൻ്റെ കഥ കഴിഞ്ഞു. ആ വരത്തെയൊക്കെ അതേപോലെ ഒരു തെറ്റും വരാത്ത രീതിയിൽ അംഗീകരിച്ചും കൊണ്ട് തന്നെ ഹിരണ്യകശിപുവിനെ അങ്ങോട്ട് വധിച്ചു. ആ ഹൃദയം ഭഗവാൻ അങ്ങോട്ട് സ്വീകരിച്ചു. എന്തായാലും ദേഷ്യത്തോടു കൂടിയിട്ടായാലും ഭഗവാനെ വിചാരിച്ചുവല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെയും അദ്ദേഹത്തിൻ്റെ മനസ്സിനെയും ഭഗവാൻ സ്വീകരിച്ചു. അതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഭഗവാൻ നോക്കുന്ന ദിക്കിലൊക്കെ അങ്ങനെ തീ പിടിക്കാൻ തുടങ്ങി. സർവേ സർവവിരിഞ്ചവാസവമുഖ പ്രത്യേകമസ്തൗഷധാം. ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്ന് കേമായിട്ട് സ്തുതിച്ചു. എന്നിട്ടൊന്നും ഭഗവാന്റെ ദേഷ്യം തീരുന്നില്ല. അവസാനം ലക്ഷ്മി ദേവിയെ പറഞ്ഞയച്ചു. ലക്ഷ്മി ദേവിക്കും ഭഗവാന്റെ ആ ദേഷ്യത്തെ തീർക്കാനായി സാധിച്ചില്ല. അവസാനം പ്രഹ്ലാദനെ പറഞ്ഞയക്കുകയാണ്. ആ പ്രഹ്ലാദൻ പോയി ഭഗവാനെ അതിമനോഹരമായ ആ സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അതോടുകൂടി ആ ഭഗവാൻ ആ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. ഇതൊക്കെ ഒരു നാടകത്തിൽ വേഷം കെട്ടുന്നത് പോലെയുള്ളൂ. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ എന്നല്ലേ, നാടകത്തിലൊരു വേഷം കെട്ടുമ്പോൾ അതുപോലെയൊക്കെ അഭിനയിക്കണമല്ലോ. വാസ്തവത്തിൽ ആരായി ഭഗവാൻ? ശ്രീതാപനീയാഭിതശ്രുത്യന്തസ്ഫുട സർവഗീതമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ. ശുദ്ധ സത്വസ്വരൂപമായ നൃസിംഹതാപനി ഉപനിഷത്തിലൊക്കെ പറഞ്ഞ ആ ആനന്ദസ്വരൂപമായി ഭഗവാൻ ആ പ്രഹ്ലാദൻ്റെ മുമ്പിൽ അങ്ങനെ നിന്നു. ആ ആനന്ദത്തെ കൊടുത്തും കൊണ്ടങ്ങനെ ഇരുന്നു. അങ്ങനെ ആ ആനന്ദത്തെ കൊടുത്തും കൊണ്ടിരിക്കുന്ന നരസിംഹമൂർത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും നീക്കി സമൂഹത്തിലെല്ലാ അജ്ഞാനത്തെയും നീക്കി നമുക്കെല്ലാവർക്കും ആ നരസിംഹമൂർത്തി പരമാനന്ദത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഈ ഒരു നരസിംഹാവതാരം പ്രഭാഷണം ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരവസരം ഒരുക്കിത്തന്ന ഇവിടുത്തെ സംഘാടകരോടും ഭഗവാനോടും ഇവിടേക്ക് എത്താൻ ഭഗവാൻ അനുവദിച്ചാലല്ലേ സാധിക്കുള്ളൂ. ഭഗവാനോടും കൃതജ്ഞത അറിയിച്ചും കൊണ്ട് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.